ജീവന്, അതായത് ചേതനന്, ചേതനൻ ഏകരൂപത്തിലും ബഹുരൂപത്തിലും വിഭക്തങ്ങളായും ഏകമായും ഇരിക്കാൻ കാരണം എന്താ? വിഭക്തങ്ങളായിട്ടും അവിഭക്തമായിട്ടും ചേതനൻ ഇരിക്കാൻ കാരണം എന്താണ്? ഒന്ന് തന്നെ ആയതുകൊണ്ട്. സമിതി. പിന്നെ രണ്ടായിരുന്നു? ഏഹ് ഒന്നാണെങ്കിൽ പിന്നെ രണ്ടായിട്ട് എങ്ങനെ ഇരുന്നു എന്നല്ല ചോദ്യം. ഒന്നായിട്ട് രണ്ടായിട്ട് ഇരിക്കാൻ പറ്റും, എങ്ങനെയാന്നാ ചോദ്യം. അജ്ഞാനി ആയിരിക്കുമ്പോൾ രണ്ടായിട്ടും, ജ്ഞാനമായി കഴിയുമ്പോൾ ഒന്നായിട്ടിരിക്കും. ജ്ഞാനമായാലും ഒന്നാകത്തുള്ളൂ. ജ്ഞാനമായിട്ടില്ലെങ്കിൽ, അതായത് കയറിലെ സർപ്പത്തെ കാണുന്ന സമയത്ത് കയറിൽ സർപ്പമുണ്ട്, കയറിന് കയറായി കാണുന്ന സമയത്ത് കയറിൽ സർപ്പമില്ല, അങ്ങനെ പറയാൻ പറ്റുമോ? ഉപാധിയിൽ താതാത്മ്യം നേരിടുന്നത് കൊണ്ട് അവിഭക്തൻ വിഭക്തനായിട്ടിരിക്കുന്നു പോലെ തോന്നുന്നു. അതായത് അവിഭക്തനായിരിക്കുന്ന ചൈതന്യം എന്ന് പറഞ്ഞാല് താതാത്മ്യം നേരിടാത്ത രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ അവിഭക്ത ചൈതന്യമാണത്. താതാത്മ്യം നേരിട്ടാൽ വിഭക്തമായതുപോലെ. എവിടെ താതാത്മ്യം നേരിടും? താതാത്മ്യത്തിന് അനുകൂലമായ സ്ഥലത്ത്. താതാത്മ്യത്തിന് അനുകൂലമായ സ്ഥലം ഏതാ? അന്ധക്കരണം. അന്ധകരണത്തിന് എന്താണ് ഈ അനുകൂലത? സാത്വികമാണ്. സാത്വികമായതുകൊണ്ട് പ്രതിബിംബത്തിനുള്ള യോഗ്യതയുണ്ട്. എന്നപ്പോൾ ചേതനന്റെ പ്രതിബിംബം അന്ധകരണത്തിൽ നടക്കും. ചേതനന്റെ പ്രതിബിംബം അന്ധകരണത്തിൽ നടന്നാൽ അതിനെന്ത് വിളിക്കും? ജീവൻ എന്ന് വിളിക്കും. ആ ജീവൻ, അതായത് അന്ധകരണത്തിൽ പ്രതിബിംബിക്കുമ്പോഴും ജീവൻ ആരാ? പരമാത്മാ. അങ്ങനെ പറ. ജീവൻ അപ്പോഴും പരമാത്മാവ് തന്നെയാണ്. പക്ഷെ ആധ്യാസിക താതാത്മ്യം നടക്കുന്നത് കൊണ്ട് അവൻ സുഖി ദുഃഖി ജീവൻ എന്ന് അഭിമാനിക്കുന്നത് മാത്രം. അവനോടാണ് പറയുന്നത്, നിന്റെ ഈ അഭിമാനം വെറും ഒരു അഭിമാനം മാത്രമാണോ അവനെ? ഈ അഭിമാനം ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ നിനക്ക് സ്വരൂപത്തെ അറിയാൻ പറ്റും, ഇല്ലെങ്കിലോ എന്നും ജീവനായിട്ടിരിക്കാൻ പറ്റും. അപ്പൊ നിങ്ങൾക്ക് അഞ്ചാമത്തെ പേജിലാണ് എടുക്കേണ്ടത് അല്ലേ? എന്നാലും ആറാമത്തെ പേജിൽ ടീക്കയില് അവസാനം എടുത്ത പങ്ക്തി നോക്കാം. അത്ര ജൈമിനി പ്രഭൃതീനാം. പ്രഭൃതി എന്ന് പറയുന്ന അർത്ഥം എക്സെട്ര, തുടങ്ങിയവരുടെ, ജൈമിനി അതേപോലെ അന്യ ആചാര്യന്മാരുടെ സമ്മതം സമ്മതിഹി. എന്തിന്റെ കാര്യത്തിലാണ്? കർമ്മവിധി പ്രമാണമാവുന്നത് ജീവന്റെ കാര്യത്തിലാണ്. അപ്പൊ ജ്ഞാനി ജീവനാണോ അല്ലയോ? പറ, ജ്ഞാനി ജീവനാണോ അല്ലയോ? ആണ്, ജീവനാണ്. അജ്ഞാനിയുടെ കണ്ണിൽ ജ്ഞാനി ജീവനാണ്, അല്ലെങ്കിൽ അഗ്നി. ജ്ഞാനിയുടെ കണ്ണിൽ ജ്ഞാനി ജീവനാണ്. പിന്നെ ആരുടെ കണ്ണിലാ ജ്ഞാനി ജീവനല്ലാതെ പോയത്? ജ്ഞാനിയുടെ കണ്ണിൽ ജ്ഞാനി പരമാത്മാവായിട്ടിരിക്കും. ജ്ഞാനിയുടെ കണ്ണിൽ. ജ്ഞാനിയുടെ കണ്ണിലൂടെ നോക്കുമ്പോൾ, അതായത് ജ്ഞാനിയെ സംബന്ധിച്ച് താനാരാ? സർവം പരമാത്മാവാണ്. എന്തുകൊണ്ടാ? ജ്ഞാനി ആവാൻ വേണ്ടിയിട്ട് അങ്ങേര് നടത്തിയ അനുസന്ധാനം മൊത്തം ഞാൻ കേവലം ബ്രഹ്മസ്വരൂപല്ല. അത് തിരിച്ചറിഞ്ഞ ആള് പിന്നെ ഞാൻ ജീവനാണോ കണക്കാക്കുവോ? ഇല്ലല്ലോ. ഇല്ല. ബ്രഹ്മവിത്ത് ബ്രഹ്മൈവ ഭവതി. ബ്രഹ്മജ്ഞാനി ബ്രഹ്മവേത്തി ബ്രഹ്മവിത്ത്. ബ്രഹ്മത്തെ അറിയുന്നവൻ ബ്രഹ്മജ്ഞാനിയാണ്. ബ്രഹ്മമാണോ? ബ്രഹ്മമാണ്. ബ്രഹ്മം ബ്രഹ്മജ്ഞാനിയാവുമോ? ആവിധികമായിട്ട്. അത് നോക്കിക്കോ. അന്ധകരണത്തിലെ വൃത്തിജ്ഞാനം ഉണ്ടാവത്തുള്ളൂ. അന്ധകരണ സംബന്ധം ചേതന നടക്കുമ്പോൾ മാത്രമേ ജ്ഞാനിയാവത്തുള്ളൂ, അല്ലേ? അന്ധകരണത്തിലെ വൃത്തി ചേതനിലേക്ക് പരാവർത്തി ചെയ്തു കൊടുക്കുമ്പോൾ ജ്ഞാനസ്വരൂപനായിരിക്കുന്ന ചേതനൻ ജ്ഞാനിയായിട്ട് മാറും. അപ്പോൾ ബ്രഹ്മജ്ഞാനി എന്ന് പറയുന്നത് പോലും വ്യാവഹാരികമാണ്. സ്വരൂപത്തിൽ ബ്രഹ്മജ്ഞാനി ബ്രഹ്മസ്വരൂപമാണ്. കാരണം തിരിച്ചറിഞ്ഞോടുകൂടി, ഏതിനെ തിരിച്ചറിഞ്ഞാൽ? സ്വരൂപത്തെ തിരിച്ചറിഞ്ഞാൽ തിരിച്ചറിയുന്നവൻ തിരിച്ചറിവിന്റെ വിഷയമായിരിക്കുന്ന ബ്രഹ്മമായി മാറും. അങ്ങനെയാണെങ്കിൽ ഘടത്തെ തിരിച്ചറിയുന്നവൻ ഘടമായി മാറുമോ? ബ്രഹ്മത്തെ തിരിച്ചറിഞ്ഞവൻ, ഞാൻ ബ്രഹ്മമാണെന്ന് തിരിച്ചറിഞ്ഞവൻ ബ്രഹ്മമായി മാറും. അപ്പോൾ ഘടത്തിന്റെ ജ്ഞാനം ഉണ്ടായി കഴിഞ്ഞാൽ ഘടത്തെ തിരിച്ചറിഞ്ഞവൻ ഘടമാവേണ്ടതല്ലേ? എന്തുകൊണ്ടാ ഘടം ആവാത്തത്? ഘടം സ്വരൂപം അല്ലാത്തതുകൊണ്ട് അത്രയാണ്. ഘടം അറിയുന്നവന്റെ സ്വരൂപമല്ലായിരുന്നു. ഘടം ബ്രഹ്മമല്ലാത്തതിനെ കൊണ്ട് അതായിട്ടൊന്നും ഒന്നുമില്ല. ഘടം തന്റെ സ്വരൂപമല്ല. അതാണ് ഇതിലൊക്കെ ചെറിയ ചെറിയ ആൻസർ നിങ്ങൾ എന്താ പിടിച്ചിട്ട് കാര്യം, വളരെ പക്വമതിയായിട്ട് ചിന്തിച്ചിട്ടേ കാര്യമുള്ളൂ.
എന്താ തന്റെ പറഞ്ഞത്? സ്വരൂപമല്ല ഘടം എന്നുള്ളത് കൊണ്ട്. അതായത് സ്വരൂപത്തിന്റെ ജ്ഞാനം കൊണ്ട് സ്വരൂപ അജ്ഞാനം നഷ്ടപ്പെടുന്നു എന്നല്ലാതെ സ്വരൂപ പ്രാപ്തി ഇവിടെ ഇല്ല. പണ്ടേ സ്വരൂപം തന്നെയാണ്. അതുകൊണ്ടാണ് ബ്രഹ്മജ്ഞാനത്താൽ ജ്ഞാനി ബ്രഹ്മസ്വരൂപമായി പോകുന്നത്. അപ്പൊ അതിന്റെ മുന്നേ ജ്ഞാനി ബ്രഹ്മസ്വരൂപല്ലേ? ആണ്. അല്ലെന്നാര് പറഞ്ഞു? ആണോ? അപ്പോഴും അങ്ങനെ തന്നെയാണ്. പക്ഷെ തിരിച്ചറിയാത്തത് കൊണ്ട് അജ്ഞാന കാലത്ത് ഞാൻ ജീവനാണ്, സുഖി ദുഃഖിയാണെന്ന് അഭിമാനിച്ചു. അതില്ല എന്നേ ഉള്ളൂ. അതില്ലാത്തത് കൊണ്ട് നമ്മൾ എന്ത് പറയുന്നു? ഞാൻ ഈ ബ്രഹ്മസ്വരൂപമായി എന്ന് പറയുന്നു. ആകാനുമില്ല, ആക്കാനുമില്ല. ഇപ്പോൾ ഒരു ഗുരു ശിഷ്യന്റെ തലയിൽ അല്ലെങ്കിൽ തലയിൽ കൈ വെച്ചിട്ട് അല്ലെങ്കിൽ കാല് വെച്ചിട്ട് അനുഗ്രഹിച്ചു കഴിഞ്ഞാൽ ശിഷ്യജ്ഞാനിയാവോ? ആകില്ല. അവന്റെ അജ്ഞാനം മാറാത്തത് കൊണ്ട് കാല് വെച്ചോണ്ട് എന്റെ അജ്ഞാനം മാറും. അജ്ഞാനം മാറാത്തത് എന്തുകൊണ്ടാ? കാല് ശാസ്ത്രം വെച്ചോണ്ട് പ്രമാണം കഴിഞ്ഞാൽ ശാസ്ത്ര സ്വീകരിക്കാത്തതുകൊണ്ട്. പ്രമാണം. അത് പടിപടിയായിട്ടാ നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. പ്രമാണം അജ്ഞാനം മാറാത്തത് കൊണ്ട് പ്രമാണമല്ലാത്ത സ്വരൂപപ്രാപ്തി ഇല്ല. അജ്ഞാനം മാറാതിരിക്കാൻ കാരണം അവന് ജ്ഞാനോത്പന്നമായിട്ടില്ല. ജ്ഞാനോത്പന്നമാവാതിരിക്കാൻ കാരണം ഈ തലയിൽ ചവിട്ടലാണെങ്കിലും തലയിൽ കൈവെക്കലാണെങ്കിലും ഇതൊരു പ്രമാണമല്ലാത്തത് കൊണ്ട്. അന്നപ്പോൾ എന്തേ പ്രമാണമായിട്ടുള്ളൂ? ठीक തസ്മാ ശാസ്ത്രം പ്രമാണന്തേ. ശാസ്ത്രമാണ് പ്രമാണം. പ്രമാണത്തിൽ വ്യവഹരിക്കുക എന്ന് പറഞ്ഞാല് പ്രമാണത്തിലൂടെ പറയപ്പെട്ട വസ്തുവിനെ പ്രമാണ പരിചിന്തനത്തിലൂടെ തിരിച്ചറിയുക എന്നുള്ളതാണ്. ജ്ഞാനത്തെ ജനിപ്പിക്കുന്ന കാരണമാണ് പ്രമാണം. ആ പ്രമാണത്തിൽ നിന്ന് പ്രമ ഉത്പന്നമായി കഴിഞ്ഞാൽ എന്ത് നഷ്ടപ്പെടും? അജ്ഞാനം നഷ്ടപ്പെടും. ഏതിന്റെ അജ്ഞാനം? സ്വരൂപത്തിന്റെ അജ്ഞാനം. അതെന്തുകൊണ്ടാ? അല്ല, എന്തുകൊണ്ടാണ് സ്വരൂപത്തിന്റെ അജ്ഞാനം നഷ്ടപ്പെട്ടു പോയത്? പ്രമാണം പഠിച്ച് മനസ്സിലാക്കി. പ്രമാണത്തിൽ ജ്ഞാനോത്പന്നമായതുകൊണ്ട്. അപ്പോൾ ആ പ്രമാണം എന്താ ചെയ്തത്? അജ്ഞാനത്തെ നശിപ്പിച്ചു. പ്രമാണം നശിപ്പിക്കുന്നില്ലല്ലോ, അധ്യയനം നശിപ്പിക്കുന്നു. പ്രമേയത്തിന്റെ ബോധം ഉണ്ടായി കൊടുത്തു. പ്രമേയത്തിന്റെ ബോധം എന്ന് പറഞ്ഞാൽ ജ്ഞാനം ഉണ്ടായി കൊടുത്തു. അപ്പൊ ജ്ഞാനം ഉണ്ടാക്കാനുള്ള സാമർത്ഥ്യം ആരിലുണ്ട്? പ്രമാണത്തിലുണ്ട്. നിങ്ങൾ അതിനനുസരിച്ച് നോക്കും. വേറെ എങ്ങോട്ടും പ്രമാണത്തിൽ അജ്ഞാനത്തെ നശിപ്പിക്കാനുള്ള സാമർത്ഥ്യം എന്ന് പറഞ്ഞാൽ ജ്ഞാനത്തെ ഉണ്ടായി കൊടുക്കും. പ്രമാണം ജ്ഞാനത്തെ ഉണ്ടായി കൊടുത്താൽ ആ ജ്ഞാനം അജ്ഞാനത്തെ നശിപ്പിക്കും. അജ്ഞാനത്തെ നശിപ്പിച്ചതോടുകൂടി ജ്ഞാനമുള്ളവൻ ബ്രഹ്മസ്വരൂപമായി മാറുകയും ചെയ്തു. പ്രമാണം സ്വമേധയാ അജ്ഞാനം നശിപ്പിക്കുന്നില്ലല്ലോ. പ്രമാണം അധ്യയനം ചെയ്ത് ശീലിച്ചവനല്ലേ അധ്യയനം ഇത് ജ്ഞാനത്തെ ആർജിക്കുന്നുള്ളൂ. പ്രമാണം ജീവനത്തെ നമ്മുടെ ശരീരത്തിൽ ഏതിനാ ജീവനുള്ളതെന്ന് പറ? കണ്ണിനാണോ, മൂക്കിനാണോ, ജീവനാണോ, ബ്രഹ്മത്തിനാണോ, ജഡമായിരിക്കുന്ന അന്ധകരണത്തിനാണോ? ഏതിനാണ് ജീവൻ എന്ന് വിളിക്കുക? ഏതാണ് പ്രാണൻ? പ്രാണൻ ജഡമാണോ ചേതനാണോ? പ്രാണം ജഡമാണ്. പ്രാണൻ എന്താ? പ്രാണൻ ചേതനാണോ ജഡമാണോ? പ്രാണൻ ജഡമാണ്. പ്രാണൻ ഒരു ഉത്തരം പറ. പ്രാണം ജഡമല്ല. ജഡമാണോ ചേതനാണോ? ചേതനാണ്. ചേതനാണ്. വേറെ ആരെങ്കിലും ചേതനത്തിന്റെ അംശമാണ് ജഡമാണ്. പ്രാണൻ ഇതാ നോക്കണ്ടോ? എന്ന് പറഞ്ഞു പ്രാണൻ ചേതനാണെന്ന്. പിന്നെ അത് പണിയാവെന്ന് പറഞ്ഞപ്പോൾ ചേതനയുടെ അംശമാണെന്ന് പറഞ്ഞു. ചേതനയുടെ അംശാംശി ഭാവം ഉണ്ടോ? ഈ ആകാശത്തെ നമുക്ക് അംശാംശി ഭാവത്തിൽ മാറ്റാൻ പറ്റുമോ? ചെറിയ ആകാശം, വലിയ ആകാശം? ഇല്ല. ठीक അപ്പൊ എന്ത് ചെയ്യും? ചേതനെ അംശാംശി ഭാവത്തിൽ മാറ്റാൻ പറ്റത്തില്ല. മമൈവാംശോ ജീവലോകി എന്ന് പറയുന്നില്ലേ? ജീവഭൂത സനാതന. എവിടെയാ പറഞ്ഞേ? ഗീതയിലെ 15-ാമത്തെ അധ്യായത്തിൽ. അപ്പൊ അംശം എന്ന് പറഞ്ഞില്ലേ? ഭാഷ്യത്തിൽ എന്താ പറഞ്ഞത്? അംശ സമ്മതിച്ചു കൊടുക്കത്തില്ല. ദ്വൈതികൾക്ക് ഉണ്ടാവുന്ന ഏറ്റവും വലിയ പ്രശ്നം ഇതാണിത്. ജീവൻ കൃഷ്ണന്റെ അംശം, രാമന്റെ അംശം. നിങ്ങളുടെ മാണ്ഡവ്യത്തില് ഒരു കാര്യം പറയുന്നുണ്ട്. നിങ്ങൾ ദ്വൈതികൾ കൂടി ചേർന്നിട്ട് ഒരു തീരുമാനത്തിലെത്തി. ഈ ദ്വൈതത്തിൽ തന്നെ ആരാണ് വാസ്തവം എന്നുള്ളത്. രാമനെ മാനിക്കുന്ന ആൾക്കാർ കൃഷ്ണ മാനിക്കത്തില്ല, കൃഷ്ണ മാനിക്കുന്ന ആൾക്കാർ രാമനെ മാനിക്കത്തില്ല. അതിനിടയ്ക്ക് ശൈവര് വേറെ, ശാക്തേയര് വേറെ. നിങ്ങൾ എല്ലാവരും കൂടി ചേർന്ന് ഒറ്റ തീരുമാനത്തിലെത്ത്. ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടി ഈ ദ്വൈതമാണ് വാസ്തവം. പറ്റത്തില്ല. പക്ഷെ നമ്മുടെ നാട്ടിൽ ഈ മതങ്ങളൊക്കെ നിലനിന്നിട്ടുണ്ട്. എന്നിട്ട് എന്ത് പറയും? എല്ലാം ശരിയാണെന്ന് പറയും. എല്ലാം ശരിയാണോ അല്ലയോ? ശരിയല്ല. അപ്പൊ എല്ലാം ശരിയാണെങ്കിൽ എന്ത് വരണം?
ആര് വരണം? കേവല അദ്വിതീയ ബ്രഹ്മബോധമല്ലാതെ മറ്റൊന്നും തന്നെ ഇവിടെ ഇതിനെ നശിപ്പിക്കാനായിട്ട് നിലനിൽക്കത്തില്ല. അപ്പോൾ അദ്വിതീയമായിരിക്കുന്ന വസ്തുവിന്റെ അജ്ഞാനമാണ് ജഗത്തിന്റെ കാരണം. ഏതിന്റെ അജ്ഞാനമാണോ കാര്യരൂപത്തിൽ പരിണമിച്ചിരിക്കുന്നത് അതിന്റെ ജ്ഞാനം ആ കാര്യത്തെ അജ്ഞാനത്തെയൊക്കെ നഷ്ടപ്പെടുത്തും. അതായത് കയറിന്റെ അജ്ഞാനമാണ് സർപ്പാകാരത്തില് പരിണമിച്ചിരിക്കുന്നത്. സർപ്പരൂപത്തിലും സർപ്പ ആകാരത്തിലേക്കൊക്കെ അജ്ഞാനത്തിന്റെ പരിണാമമാണ്. അതുകൊണ്ട് സർപ്പത്തിന്റെ ജ്ഞാനം ഉണ്ടായിക്കഴിഞ്ഞാൽ സർപ്പ അജ്ഞാനം നഷ്ടപ്പെടുന്നതോടുകൂടി കയറിന്റെ ജ്ഞാനം ഉണ്ടായിക്കഴിഞ്ഞാൽ കയറിന്റെ അജ്ഞാനം നഷ്ടപ്പെടുന്നതോടുകൂടി സർപ്പവും ഭയകമ്പാദികളൊക്കെ നഷ്ടപ്പെടും. ഇതേപോലെ സമാനമായിട്ട് ഈ ജഗത്തിന്റെയും ജീവന്റെയും ജീവൻ ഭിന്ന ഭിന്നമാണെന്നുള്ള തോന്നിച്ചയ്ക്കും ജഗത്തിന്റെ പ്രതീതിയുടെ വിഷയമായിരിക്കും ജഗത്തിനും എല്ലാറ്റിനും മൂലകാരണമാണ് ബ്രഹ്മ വിഷയക അജ്ഞാനം. ബ്രഹ്മ അതിശയ അജ്ഞാനം. ബ്രഹ്മ വിഷയക ശബ്ദം നിങ്ങൾ മാറ്റരുത്. കാരണം ഇതിന് ബ്രഹ്മ വിഷയക അജ്ഞാനം, അജ്ഞാനം, ഘടവിഷയക അജ്ഞാനം. ഇതേപോലെ കയറിന് രജ്ജു വിഷയക അജ്ഞാനം. ഇതിന്റെ അർത്ഥം എന്താ? യാതൊരു അജ്ഞാനത്തിന്റെ വിഷയം രജ്ജു ആണോ കയറാണോ ആ അജ്ഞാനത്തെയാണ് നമ്മൾ രജ്ജു വിഷയക അജ്ഞാനം എന്ന് പറയുന്നത്. രജ്ജു വിഷയക അജ്ഞാനത്തിന്റെ വിഷയം എന്താണ് ലിജെ? ലജ്ജു വിഷയക അജ്ഞാനത്തിന്റെ വിഷയം കയറ്. ആ കയറ്. അതിന്റെ കാര്യം എന്താ? സർപ്പം. ആശ്രയവും വിഷയവും മുഖ്യ സിദ്ധാന്തത്തിൽ ഒന്ന് തന്നെയായിരിക്കും. ഏതിന്റെ? അജ്ഞാനത്തിൻ്റെത്. ഇതേപോലെ തന്നെയാണ് ജ്ഞാനത്തിന്റെ കാര്യത്തിലും. ഘട ജ്ഞാനം, ജ്ഞാനത്തിന്റെ വിഷയത ഘടം. ഇതേപോലെയാണ് ഘട വിഷയക അജ്ഞാനം. ഘടത്തെ അറിയത്തില്ല. എന്താ ഉള്ളത്? അജ്ഞാനമാണുള്ളത്. ഏതിന്റെ അജ്ഞാനം? ഘടത്തിന്റെ അജ്ഞാനം. ഇതിനെന്ത് പറയും? ഘടവിഷയക അജ്ഞാനം. ഇതേപോലെയാണ് കയറിനെ വിഷയീകരിക്കുന്ന അജ്ഞാനം. ഇതിനെ രജ്ജു അജ്ഞാനം എന്ന് പറയും. വിശദീകരിച്ചാൽ രജ്ജു വിഷയക അജ്ഞാനം. അവിടെ രജ്ജു വിഷയമാണ്. ആശ്രയവും ഏതാ? ഞാനാണ്, എനിക്കാണ്. വേണം രണ്ടും എടുത്തോ. ആദ്യം ജ്ഞാനത്തെ നോക്കിക്കോ. രജ്ജുവിനെ വിഷയീകരിക്കുന്ന ജ്ഞാനം ഉണ്ടായി. ഇത് കയറാകുന്നു എന്നുള്ള ജ്ഞാനം. ആ ജ്ഞാനത്തിന്റെ ആശ്രയമാണ് കയറ്. വിഷയമാണ് കയറ്. ജ്ഞാനത്തിന്റെ വിഷയമാണ് കയറ്. ആശ്രയമാണ് എനിക്കാണ് ഉണ്ടായതുള്ളത് എന്നുള്ളത് കൊണ്ട് ഞാനാണ് ആശ്രയം. ഇനി എനിക്ക് ആ കയറിനെ അറിയത്തില്ലെങ്കിൽ കയറിന്റെ അജ്ഞാനം എനിക്കുണ്ട്. ആ അജ്ഞാനത്തിന്റെ വിഷയമാണ് കയറ്, ആശ്രയമാണ് ഞാൻ. ആണല്ലോ. ഇനിയാണ് അടുത്ത സ്റ്റെപ്പില് ജഗത്തിന്റെ കാരണമാണ് ബ്രഹ്മവിഷയക അജ്ഞാനം. ഈ ബ്രഹ്മവിഷയക അജ്ഞാനത്തിന്റെ നാശകനാണ് ബ്രഹ്മവിഷയക ജ്ഞാനം. ജ്ഞാനം ഏത് വിഷയകമാണോ അതേ വിഷയകമായിരിക്കുന്ന അജ്ഞാനം. ഏതൊരു വിഷയകമാണോ അജ്ഞാനം അതിനെ വിഷയീകരിക്കുന്ന ജ്ഞാനം കൊണ്ട് അജ്ഞാനം നഷ്ടപ്പെടും. ഇത്രയും കാര്യം അറിയാലോ. ഘടവിഷയക ജ്ഞാനത്താൽ ഘടവിഷയക അജ്ഞാനം നഷ്ടപ്പെടും. അപ്പോൾ ഈ ജഗത്തിന്റെ മൊത്തം കാരണമായിരിക്കുന്ന അജ്ഞാനമാണ് ബ്രഹ്മജ്ഞാനം. ബ്രഹ്മ അജ്ഞാനത്തിന്റെ വിഷയമാണ് ബ്രഹ്മ. ആശ്രയാരാം? ഞാനാരാ? ബ്രഹ്മം. അന്നപ്പോൾ ആശ്രയാരായി? അതും ബ്രഹ്മമായി. അപ്പോൾ അജ്ഞാനത്തെ സംബന്ധിച്ച് ആശ്രയവും വിഷയവും സമാനമായിരിക്കുന്ന ഏകബ്രഹ്മമായിരിക്കും. അതുകൊണ്ട് നിങ്ങൾക്കിനി സംക്ഷേപ ശാരീരികം എന്നുള്ളൊരു സൂപ്പർ ഹൈ ടെക്സ്റ്റിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ പഠിപ്പിക്കും ആശ്രയത്വ വിഷയത്വ ഭാഗിനി നിർവിഭാഗചിതിരേവ കേവല പൂർവസിദ്ധ തമസോ ഹി പശ്ചിമോ നാശ്രയോ ഭവതി നചാപി ഗോചരഃ. ഇതൊക്കെ അടുത്ത ലെവലിൽ കേട്ടിട്ട് എഴുതിയെടുത്തൂടാ. ഇക്കാലത്ത് നമ്മൾ ഈ ക്ലാസ് മൊത്തം കൊണ്ടുപോകുന്നത് പ്രക്രിയ സൈഡിനെ അവലംബിച്ചും കൊണ്ടാണ്. അപ്പൊ വിചാരത്തിന് വേണ്ടിയിട്ടുള്ള പ്രസംഗം നമ്മൾ തുടക്കത്തിലേ വയ്ക്കും. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ക്ലാസ്സിൽ എന്ന് പറയാൻ ബുക്കിൽ കാണാത്ത കേൾക്കാത്ത പങ്ക്തികൾ കിട്ടുന്നേരം അതെല്ലാം എഴുതി തയ്യാറായി കൊള്ളണം. അപ്പോൾ ടീക്കയിൽ എന്താ പറഞ്ഞത്? ജൈമിനി പ്രവൃത്തികളുടെ സമ്മതി പറയാണ്. 5-ാം പങ്ക്തി മുതൽക്ക് കണ്ടോ? യോഹി ആരാണോ കർമ്മഫലേന അർത്ഥി ദൃഷ്ടേന ബ്രഹ്മവർച്ചസാദിന അദൃഷ്ടേന സ്വർഗാദിന ച ദ്വിജാതിരഹം
ന കാണകുബ്ജത്വാദി അനധികാര പ്രയോജക ധർമ്മവാൻ ഇതി ആത്മാനം മന്യത്തെ സോ അധിക്രിയത്തെ കർമ്മസ്വീതി അധികാരവിദോ വദന്തി. അധികാരം വേത്തീതി അധികാര വിദ്വിദോ വിദഃ. അധികാരത്തെ അറിയുന്നവർ. എന്താണ് ഈ അധികാരത്തേക്ക് അറിയുന്ന ആൾക്കാര്? അതായത് ഇവിടെ കർമ്മകാണ്ഡത്തിന്റെയും ജ്ഞാനകാണ്ഡത്തിന്റെയും ഒക്കെ അധികാരി ആരാണെന്നുള്ളത് ശാസ്ത്രകാരന്മാർ നിശ്ചയിക്കും. അധികാരിണ പ്രമിതി ജനകോ വേദ എന്നാണ് വേദത്തിന്റെ ലക്ഷണം തന്നെ. അധികാരിക്ക് പ്രമിതി എന്ന് പറയുന്ന യഥാർത്ഥ ജ്ഞാനം ജനിപ്പിക്കുന്നത് ഏതാണോ അതിനെയാണ് നമ്മൾ വേദം എന്ന് പറയുന്നത്. അന്നപ്പോൾ കർമ്മകാണ്ഡത്തിന്റെ അധികാരി വേറെയാണ്, ജ്ഞാനകാണ്ഡത്തിന്റെ അധികാരി വേറെയാണ്. നമ്മുടെ സാമ്പ്രദായികമായിരിക്കുന്ന ഏതൊരു ഗ്രന്ഥം എടുത്താലും അതിന്റെ തുടക്കത്തിൽ 4 കാര്യങ്ങൾ പറഞ്ഞിരിക്കും. സംബന്ധശ്ച അധികാരിച്ച വിഷയശ്ച പ്രയോജനം വിനാനുബന്ധം ഗ്രന്ഥാതോ മംഗളം നൈവ സസ്യതേ. നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്ത് നോക്കിയിട്ടുണ്ട്, അത് നോക്കി എഴുതിയെടുത്താൽ മതി. ഓക്കെ, ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട്. അധികാരി, സംബന്ധം, വിഷയം, പ്രയോജനം. ഒരു ഗ്രന്ഥത്തിന്റെ അധികാരി ആരാണ്? അതെന്തിനാ അധികാരിയെ പറയുന്നത്? നിങ്ങൾ കാറ്റഗറൈസ് ചെയ്യാൻ തുടങ്ങിയോ? ഇന്ന ആൾക്ക് പാടില്ല, ഇന്ന ആൾക്ക് പാടും? ഇല്ല. ഇവിടെ ജാതിപരമായിട്ടോ വർഗപരമായിട്ടോ ലിംഗപരമായിട്ടോ അല്ല വിഭാഗം ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സാമർത്ഥ്യത്തിനനുസരിച്ച് വിഭാഗം ചെയ്യാൻ പോവാണ്. കാരണം സ്വർഗകാമന ഇല്ലാത്തവൻ എന്തിന് സ്വർഗത്തിന്റെ കാരണങ്ങളെ പറ്റി പറയുന്ന ഗ്രന്ഥം പഠിക്കണം? അതേപോലെ പ്രകൃതി പുരുഷ അന്യഥാഖ്യാതി എന്നുള്ള സമ്പ്രജ്ഞാതനെ പ്രാപിക്കാനോ അതുവഴി അസംപ്രജ്ഞാതനിലേക്കോ ആഗ്രഹമില്ല എങ്കിൽ പിന്നെ എന്തിന് യോഗശാസ്ത്രം പഠിക്കണം? ഓക്കെ, അപ്പോൾ ഓരോരോ ശാസ്ത്രവും അതിന്റെ വിഷയത്തെക്കുറിച്ച് ആദ്യമേ പറയും. ആ വിഷയം മാത്രമല്ല, വിഷയവും അവർ പറയാൻ ഉദ്ദേശിക്കുന്ന വിഷയത്തെയും ആ വിഷയത്തിന്റെ ജ്ഞാനം കൊണ്ട് അല്ലെങ്കിൽ അതിന്റെ കർമ്മം കൊണ്ട്, ചില സ്ഥലത്ത് ജ്ഞാനമായിരിക്കും, ചില സ്ഥലത്ത് ഉപാസനയായിരിക്കും, ചില സ്ഥലത്ത് ചെയ്ത്ത് കർമ്മമായിരിക്കും, അതിൽ നിന്ന് ഉണ്ടാവുന്ന ഫലത്തെയും അവർ സംസാരിക്കും. അങ്ങനെ ഇരിക്കെ ആ ഫലത്തെ ആരാണോ ഇച്ഛിക്കുന്നത് അവനാണ് ആ ഗ്രന്ഥത്തിന്റെ അധികാരി. അധികാരി ഒന്നായി. പിന്നെ രണ്ടാമത്തെ എന്താ? സംബന്ധം. മിക്കവാറും സ്ഥലത്ത് നമുക്ക് ഇത്ര പറയാം, പ്രതിപാദ്യ പ്രതിപാദക ഭാവ സംബന്ധം ഉണ്ടാവും. പ്രതിപാദ്യമാണ് വിഷയം, പ്രതിപാദകനാണ് ഗ്രന്ഥം. ഇത് സാമാന്യമാണ് എല്ലാ ഗ്രന്ഥത്തിലും. ചിലയിടത്ത് മാറി മാറി സംബന്ധം വന്നേക്കാം. പിന്നെ ആരാ? വിഷയം. അവിടെ ഏതിനെയാണോ പ്രതിപാദിക്കുന്നത് അത് തുടക്കത്തിലേ പറയും, ഇന്ന കാര്യമാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഇഷ്ടമുണ്ടെങ്കിൽ ഇരുന്നാൽ മതി, നിർബന്ധമൊന്നുമില്ല. അപ്പോൾ വിഷയമായി, അധികാരി, വിഷയം. പിന്നെന്താണ്? പ്രയോജനം എന്ന് പറഞ്ഞ ഫലം. ഇതിന്റെ ഫലം ഇന്നതാണെന്നും പറയും. ഫലം ഇന്നതാണ്, അധികാരി ഇന്ന ആളാണ്, ഫലകാമനായിരിക്കും അധികാരി, വിഷയം എന്നതാണ്, ഇതിന്റെ സംബന്ധം എങ്ങനെയാണ്. ഈ 4 കാര്യവും തുടക്കത്തിൽ അങ്ങ് പറയും, ഗ്രന്ഥത്തിന്റെ തുടക്കത്തിൽ പറയും. വിന അനുബന്ധം, ഇതിനെയാണ് അനുബന്ധ ചതുഷ്ട എന്ന് പറയുന്നത്. 4 എണ്ണം ഉണ്ട്. ഏതൊക്കെ? അധികാരി, വിഷയം, സംബന്ധം, പ്രയോജനം. ചതുഷ്ടയം. അനു പശ്ചാത് ബധ്നാധി ഇതി അനുബന്ധ. അതായത് ബന്ധനം എങ്ങനെ വരുന്നതാ? ഗ്രന്ഥ അധ്യയന പ്രവൃത്തിയും പ്രയോജയതി എന്ന് പറയാ. ബധ്നാദിക്ക് അർത്ഥം ചെയ്യത്. ബധ്നാദി എന്ന് പറഞ്ഞാൽ കൂട്ടിക്കെട്ടുന്നു, ബന്ധിപ്പിക്കുന്നു. ഗ്രന്ഥത്തിന്റെ അധ്യയനത്തിൽ പ്രവർത്തിപ്പിക്കുക എന്നുള്ള കാര്യത്തെയാണ് ജനിപ്പിക്കുന്നത് എന്നുള്ളത് കൊണ്ട് ബധ്നാദിക്ക് അർത്ഥം ചെയ്യും ഗ്രന്ഥ അധ്യയന പ്രവൃത്തിയും പ്രയോജയതി. ഗ്രന്ഥത്തെ അധ്യയനം ചെയ്യുക എന്നുള്ള പ്രവൃത്തിയെ പ്രയോജിപ്പിക്കുകയാണ്. പ്രവൃത്തിയും പ്രയോജയതി ഇത് അനുബന്ധ. ഏതാണ്? ഈ അധികാര വിഷയ സംബന്ധ പ്രയോജനങ്ങളുടെ ജ്ഞാനമാണ് ഗ്രന്ഥ അധ്യയനത്തിൽ പ്രവൃത്തിക്ക് പ്രയോജകൻ. അല്ലപ്പോൾ ഗ്രന്ഥ അധ്യയന പ്രവൃത്തി പ്രയോജക ജ്ഞാനം ഏതിന്റെ ജ്ഞാനം? അനുബന്ധങ്ങളുടെ ജ്ഞാനം. താദൃശ ജ്ഞാനത്തിന്റെ വിഷയം ഏതാ? അനുബന്ധം. അപ്പൊ അനുബന്ധത്തിന്റെ ലക്ഷണം എന്താ? ഗ്രന്ഥ അധ്യയന പ്രവൃത്തി പ്രയോജക ജ്ഞാന വിഷയത്വം, അനുബന്ധത്വം. ഓക്കെ, അധികാരി, വിഷയം, സംബന്ധം, പ്രയോജനം. അധികാരീച വിഷയശ്ച സംബന്ധശ്ച പ്രയോജനം. 4ാണ് നമ്മൾ അനുബന്ധ ചതുഷ്ട എന്ന് പറയുന്നത്. അനു എന്ന് പറയാം പശ്ചാത്. എന്ന് പറഞ്ഞാൽ ഗ്രന്ഥ ഈ ജ്ഞാനത്തിന് ശേഷം 4 വിധ ജ്ഞാനത്തിന് ശേഷം ബധ്നാദി ഗ്രന്ഥാധ്യയന പ്രവൃത്തിയും പ്രയോജിതി ഇത് അനുബന്ധ എന്ന് പറയും. അങ്ങനെയാവുമ്പോൾ
നമ്മൾ ഇനി അധികാരിയെ കുറിച്ച് പറയാൻ പോവാണ്. എവിടെയുള്ള കർമ്മകാണ്ഡത്തിൽ അധികാരി ആരാന്ന് കാണാം. യോഹി ആരാണോ കർമ്മത്തിന്റെ ഫലത്ത് നമ്മൾ കർമ്മഫലം എന്ന് പറയും. കർമ്മഫലേന അർത്ഥി, കർമ്മത്തിന്റെ ഫലത്താൽ അർത്ഥിയായിരിക്കുന്നവൻ. അർത്ഥി എന്ന് പറഞ്ഞാൽ പ്രാർത്ഥനയുള്ളവൻ എന്നർത്ഥം. അർത്ഥി എങ്ങനെയുള്ളതാണ് ഫലങ്ങള്? ദൃഷ്ടയന, ദൃഷ്ടഫലം എന്ന് പറയുന്നത് അർത്ഥം ഈ ജന്മത്തിൽ തന്നെ നമ്മൾക്ക് അനുഭവിക്കാൻ പറ്റുന്ന ഫലത്തെയാണ് ദൃഷ്ടഫലം എന്ന് പറയാ. ഇവിടുന്ന് മരിച്ച് അടുത്ത ശരീരം എടുത്തിട്ട് അനുഭവിക്കുന്ന ഫലമാണ് അദൃഷ്ടഫലം. അപ്പൊ ദൃഷ്ടഫലത്തിന് ഉദാഹരണം പറയാണ് ബ്രഹ്മവർച്ചസാദിന, അതായത് തപസ്വാധ്യായാദികളാൽ ജീവന് സംഭവിക്കുന്ന വിശേഷ സാമർത്ഥ്യത്തെയാണ് നമ്മൾ ബ്രഹ്മവർച്ചസ് എന്ന് പറയുന്നത്. ചില സ്ഥലത്ത് ശരീരഗതകാന്തി, ചില സ്ഥലത്ത് എന്താണ് ബുദ്ധി സാമർത്ഥ്യം, വ്യവഹരിക്കാനുള്ള ഒരു സാമർത്ഥ്യം ഉണ്ട്. ഒരാളുടെ ഒരു ശക്തിയാണിത് ബ്രഹ്മവർച്ചസ് എന്നുള്ളത്. അപ്പം ബ്രഹ്മവർച്ചസ് ഫലമായിട്ട് ചില സ്ഥലത്ത് പറയും ഇതിൽ നിന്ന് ബ്രഹ്മവർച്ചസ് ഉണ്ടാവും എന്നുള്ളത്. ബ്രഹ്മവർച്ചസാദിന ദൃഷ്ടേന, ബ്രഹ്മവർച്ചസ്, അതേപോലെ പുത്രൻ, മഴ, ഇതൊക്കെ ദൃഷ്ടകർമ്മഫലമാണ്, ദൃഷ്ടഫലമാണ്. അദൃഷ്ടേന, അദൃഷ്ടഫലേതാ? ഈ ശരീരത്തിൽ കിട്ടാത്ത ഫലമാണ് അദൃഷ്ടഫലം. ഏതൊക്കെയാ? സ്വർഗാദി ഫലങ്ങൾ. അതായത് സ്വർഗത്തിലേക്ക് ആരാ പോവുക? കർമ്മിയാണോ ഉപാസകനാണോ? കർമ്മി. കർമ്മി. ഉപാസകൻ അങ്ങോട്ട് പോകും ഹിരണ്യഗർഭലോകം. പിന്നെ എല്ലാ ഉപാസകന്മാർക്കും ഹിരണ്യഗർഭലോകം വരെത്താൻ പറ്റുമോ? അഹങ്കര ഉപാസകൻ ഹിരണ്യഗർഭലോകം പോവും. അല്ലാത്തവർ ഓരോരോ വഴിക്ക് അങ്ങ് പോവും സ്വാമിജി. ഇല്ലാത്ത ആൾക്കാർക്ക് കർമ്മകാണ്ടി പോകുന്ന വഴിക്ക് പോകാൻ പറ്റുമോ? അതുവഴി പോവല്ലോ. പറ്റൂല. കർമ്മകാണ്ടിയുടെ വഴിക്ക് അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. അതായത് സാമാന്യമായിട്ട് നമ്മൾ സംസാരിക്കുന്ന സമയത്ത് ഉപാസകന് കർമ്മകാണ്ടിയുടെ വഴിയല്ല, കർമ്മകാണ്ടിയുടെ വഴി എന്ന് പറയാൻ കർമ്മം ചെയ്യുന്നവനെ കർമ്മകാണ്ടിയുടെ വഴിക്ക് പോകാൻ പറ്റത്തുള്ളൂ. അതായത് ഇവിടുന്ന് മരിച്ചു കഴിഞ്ഞാൽ ധൂമോ രാത്രി, ധൂമാഭിമാനി ദേവതയിൽ നിന്ന് രാത്രിഭിമാനി ദേവത, രാത്രിഭിമാനി ദേവതയിൽ നിന്ന് കൃഷ്ണപക്ഷാഭിമാനി ദേവത, അവിടെ നിന്ന് നാലാമത്തത് ദക്ഷിണായന മാസ അഭിമാനി ദേവത. എല്ലാം ദേവതകളാണ്. അവിടുന്ന് അങ്ങോട്ട് പോകും അന്തരീക്ഷം, അന്തരീക്ഷം പിതൃലോകം, പിതൃലോകത്തിൽ നിന്ന് സ്വർഗലോകം. 6 സ്റ്റെപ്പ് വരെ അവിടെ തീരും. ഓക്കെ. അല്ലാത്തവരാണ് എങ്ങനെ? ശുക്ല അവിടെ നിന്ന് അർച്ചിരാദിമാർഗം എന്ന് പറയും. അതുവഴി 14 സ്റ്റെപ്പ് കയറിയിട്ട് എത്തുന്നതാണ്. 14ാമത്തെ സ്റ്റെപ്പിലാണ് ആര് ഉള്ളത്? ഹിരണ്യഗർഭലോകം ഇരിക്കുന്നത്. ഇങ്ങനെ 2 വിധമായി മാറും. ഇവിടെ ഇപ്പോൾ കർമ്മത്തെ കുറിച്ച് നമ്മൾ സംസാരിക്കുന്നുള്ളൂ. കർമ്മഫലേനാർത്ഥി എന്ന് പറഞ്ഞാണ് തുടങ്ങിയത്. അപ്പൊ കർമ്മത്തിന്റെ ഫലത്തെ രണ്ടാക്കി, ദൃഷ്ടഫലമാക്കി, രണ്ടാമത്തത് അദൃഷ്ടഫലമാക്കി. സ്വർഗാദിന അർത്ഥി. അപ്പൊ അർത്ഥിത്വം എന്നുള്ളത് അധികാരിയുടെ പരിചായകമാവുന്നു. അതായത് കർമ്മകാണ്ഡത്തിൽ ആരാ അധികാരി? അർത്ഥി. അർത്ഥി എന്ന് പറഞ്ഞാൽ കാമി എന്നർത്ഥം. ഏതിനെ കാമിക്കുന്നവൻ? ഏത് കർമ്മത്തെയാണോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ ഏത് ഫലത്തെയാണോ കാമിക്കുന്നവൻ, അവൻ ആ ഫലത്തിനനുസരിച്ചുള്ള കർമ്മത്തെ ചെയ്യും. കർമ്മത്തെ ചെയ്യണമെങ്കിൽ കർമ്മകാണ്ഡം പഠിക്കണം. അതുമാത്രം പോരാ, കർമ്മി ആവണമെങ്കിൽ അടുത്ത പറയാണ് ദ്വിജാതിരഹം, 2 ജന്മം എന്ന് പറഞ്ഞാല് ഒന്ന് സാമാന്യമായിരിക്കുന്ന അമ്മയുടെ ഗർഭത്തിൽ നിന്നുള്ളത്, രണ്ടാമത്തത് ഉപനയനാനന്തരമുള്ള ജന്മം. ഓക്കെ. അപ്പം ദ്വിജാതിരഹം, ബ്രാഹ്മണ, ക്ഷത്രിയ, വൈശ്യ 3 ജാതിക്കാണ് ഉപനയന കർമ്മം വിധിച്ചിരിക്കുന്നത്. അപ്പൊ ദ്വിജാതിരഹം എന്നുള്ള അഭിമാനമുള്ളവൻ. അത്രയും കൊണ്ട് പോരാ, പിന്നെയോ കാണ കുബ്ജത്വാദി അനധികാര പ്രയോജക ധർമ്മവാൻ. ഇങ്ങനെ ഇപ്പോൾ ദ്വിജാതിയായിട്ടും സ്വർഗാദികളെ കാമിച്ചാലും ആ പുരുഷൻ കാണനാണെങ്കിൽ, കാണൻ എന്ന് പറഞ്ഞാലേ കാണഹ ഒറ്റ കാണൻ, കുബ്ജഹ കൂനുള്ളവൻ. ഇങ്ങനെ കുറെ പ്രശ്നമുണ്ട്. കുബ്ജത്വാദീന മുടന്തനോ ആർക്കും അംഗവൈകല്യം ഉള്ളവർക്ക് കർമ്മത്തിൽ അധികാരമില്ല. ഇവിടെ ഇല്ലാത്തൊരു പ്രശ്നം കൂടി ഞാൻ കൂട്ടി വെക്കുകയാണെങ്കിൽ, ചില സമയത്ത് പൂർവപക്ഷി പറയും കർമ്മത്തിൽ അനധികാരിയായിരിക്കുന്ന അംഗവൈകല്യം സംഭവിച്ചവനുള്ളതാണ് സന്യാസം എന്ന് പറഞ്ഞു കളയും. പൂർവപക്ഷി കയറുന്നതിൽ ഒരു ഐറ്റമാണത്. അതിനുത്തരം അവിടെ കൊടുക്കും. അങ്ങനെയല്ല, കർമ്മത്തിൽ അനധികാരിക്ക് വേണ്ടിയല്ല, മറിച്ച്
ബ്രഹ്മജ്ഞാനത്തിന്റെ അംഗമാണ് സന്യാസം എന്നുള്ളത് കൊണ്ട് അംഗം ഉള്ളവൻ തന്നെയാണ് അവിടെ സന്യസിക്കുന്നത്. അപ്പൊ കാണകുബ്ജത്വാദികൾ, കാണത്വം കുബ്ജത്വം, ത്വം രണ്ടിനോടും കൂടി ചേർക്കണം. ഇങ്ങനെ ഇരിക്കുന്ന അംഗവികലത ഇല്ലാത്തവനായിരിക്കണം കർമ്മത്തിന്റെ അധികാരി. അതുകൊണ്ട് എന്താ പറയുന്നത്? കുബ്ജത്വാദി അനധികാരത്തിന്റെ പ്രയോജകമാണെന്ത്? കാണത്വം കുബ്ജത്വം ഇതൊക്കെ തന്നെ. ഇങ്ങനെ ഇരിക്കുന്ന പ്രയോജക ധർമ്മവാനഹം, ഞാൻ ഇങ്ങനെ ഇരിക്കുന്ന പ്രയോജകന്മാരായിരിക്കുന്നത്, അതായത് അനധികാരി ആവാനുള്ള പ്രയോജക ധർമ്മങ്ങളാണ് കാണകുബ്ജത്വാദികൾ. അതൊന്നും എനിക്കില്ല എന്ന അഭിമാനമുള്ളവനാണ് കർമ്മത്തിൽ അധികാരി. പ്രയോജക ധർമ്മവാൻ അഹം ന അനധികാര പ്രയോജക ധർമ്മവാൻ. അനധികാരത്തിന്റെ പ്രയോജകമായിരിക്കുന്ന കാണകുബ്ജത്വാദി ധർമ്മവിശിഷ്ടനല്ല ഞാൻ എന്ന് ആരാണോ ആത്മാനം മന്യതേ, തന്നെത്താൻ മാനിക്കുന്നത്, സോ അധിക്രിയതേ കർമ്മസു. കർമ്മശബ്ദത്തിന്റെ സപ്തമി ബഹുവചനമാണ് കർമ്മസു, കർമ്മങ്ങളിൽ. സോ സഹ പുരുഷ യഹ സഹായിട്ട് അന്വയിക്കുക. അവനാണ് അധിക്രിയത എന്ന് പറഞ്ഞ അധികാരി ആവുന്നത് കർമ്മസു. ഏത് കർമ്മമാണെങ്കിലും കർമ്മത്തിൽ അധികാരി ആവണമെങ്കിൽ ഇങ്ങനെയൊക്കെ ഗുണങ്ങൾ ഉണ്ടായിരിക്കണം എന്ന് ആര് പറഞ്ഞു? അധികാരവിദോ വദന്തി. അധികാരം വേത്തി വിത്ത വിദന്തി ഇതി അധികാര വിദഹ, അധികാരത്തെ അറിയുന്നവർ വദന്തി പറയുന്നു എന്ന് പറഞ്ഞാൽ പൂർവമീമാംസ സിദ്ധാന്തത്തിനനുസരിച്ച് അവിടെ ആരാണ് അധികാരി എന്നൊക്കെ നിശ്ചയിച്ചിട്ടുണ്ട്. അവരാണ് പറയുന്നത് കർമ്മത്തിൽ അധികാരി ആവുന്നത് ഇങ്ങനെയുള്ളവനാകുന്നു എന്ന്. അപ്പോൾ അർത്ഥിത്വം ഇവിടെ മുഖ്യമായിരിക്കുന്ന ഒരു ഘടകമായി മാറി. അർത്ഥിത്വം മാത്രമല്ലേ, അർത്ഥിത്വം, വിജാതിത്വം, കാണകുബ്ജത്വാദി അഭാവം, ഇതൊക്കെ തന്നെയാണ് അധികാരിയുടെ വിശേഷണങ്ങൾ. അല്ലപ്പോൾ ജ്ഞാനിയെ സംബന്ധിച്ച് അർത്ഥിത്വം ഇല്ലേ? ജ്ഞാനിക്ക് അർത്ഥിത്വം ഇല്ല. കർമ്മിയെ സംബന്ധിച്ചല്ലേ? ജ്ഞാനിയെ സംബന്ധിച്ചാണ് ചോദിച്ചത്. ജ്ഞാനിക്ക് അർത്ഥിത്വം ഉണ്ടോ? സംബന്ധിച്ച് അർത്ഥിത്വം ഇല്ല. അർത്ഥി പുരുഷനാണ്. അർത്ഥിത്വം എന്ന് പറയാൻ ഇച്ഛ എന്നർത്ഥം, കാമന എന്നർത്ഥം വരും. അപ്പൊ ജ്ഞാനിക്ക് കാമന ഉണ്ടോ? ഇല്ല സ്വാമിജി. കാമന ഉണ്ടെങ്കിലോ അത് ജ്ഞാനിയല്ല. ജ്ഞാനിയാവൂല. ജ്ഞാനിയുമല്ല. ഇത്രയുള്ള സംഭവം. ആയതുകൊണ്ട് കർമ്മത്തിൽ അധികാരിയാവോ ജ്ഞാനി? ജ്ഞാനിക്ക് കർമ്മം വേണ്ട. കർമ്മത്തിൽ അധികാരിയാവത്തില്ല. ഇനി നിങ്ങൾ ഇതിന്റെ ടീക്ക നോക്ക്. 6-ാം പേജിൽ ടീക്ക. അർത്ഥിത്വാദി യുക്തസ്യ കർമ്മണ്യധികാരഃ ഷഷ്ഠേ അധ്യായേ പ്രതിഷ്ഠാപിതഃ. അർത്ഥിത്വാദി യുക്തസ്യ 4-ാം നമ്പർ ടിപ്പണി എന്താ പറയുന്നത്? അത്ര വദന്തി അർത്ഥി ദക്ഷോ ദ്വിജോഹം ബുധഃ ഇതി മതിമാൻ കർമ്മസു ഉക്തോ അധികാരി ഇത്യർത്ഥഃ. കർമ്മ സൂക്തനല്ല കേട്ടോ, കർമ്മസു ഉക്ത അധികാരി എന്നാണത്. കർമ്മങ്ങളിൽ പറയപ്പെട്ടിരിക്കുന്ന അധികാരി ആരാ? അതിനെക്കുറിച്ച് ശ്ലോകത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. അർത്ഥി എന്ന് പറഞ്ഞാൽ ഇച്ഛയുള്ളവൻ, ദക്ഷ സമർത്ഥൻ, അംഗവൈകല്യം ഉണ്ടാവാൻ പാടില്ല, ദ്വിജോഹം എന്ന അഭിമാനമുള്ളവൻ, ബുധഃ ബോധമുള്ളവനായിരിക്കണം. ഇതൊക്കെ തന്നെയാണ് അവിടുത്തെ വിശേഷണം. അപ്പം അർത്ഥിത്വാദി യുക്തസ്യ എന്നുള്ളതിന്റെ ആദിപദത്തിൽ നിന്ന് നിങ്ങൾ ടിപ്പണിയിൽ പറഞ്ഞൊക്കെ എടുത്തുകൊടുക്കുക. തത് യുക്തസ്യ കർമ്മണി അധികാര. കർമ്മണി ഏത് വിഭക്തിയാണത്? സപ്തമി. സപ്തമി. സപ്തമി ഏകവചനം. നിങ്ങളെ അന്തകുന്തൊക്കെ പഠിക്കണം കേട്ടോ. അറ്റ്ലീസ്റ്റ് കർമ്മശബ്ദം, ആത്മശബ്ദം, യുഷ്മശബ്ദം, അസ്മശബ്ദം ഇതൊക്കെ പഠിച്ചു വെച്ചു കഴിഞ്ഞാൽ കുറച്ചൊക്കെ പുരോഗതി കിട്ടും. നിങ്ങൾക്ക് ഈ സംസ്കൃത സംഭാഷണ ശിബിരങ്ങൾ കുറെ കിട്ടും ഓൺലൈനിൽ. അതൊക്കെ കേട്ടിട്ട് ഒരു ഭാഷയുടെ ഒരു പിടിപാട്, ഒരു ചെറിയൊരു, കാരണം ഇത് വേറെ വഴിക്കാ ഓടുക, ഇതിന് വലിയ ബന്ധമൊന്നുമില്ല. എന്നാൽ കുറെയൊക്കെ നമ്മൾക്ക് വിഭക്തിയൊക്കെ മനസ്സിലാക്കാൻ ഭാഷാ പഠനം സഹായിക്കും. എവിടെയായി പറയുന്നത്? കർമ്മണി അധികാര അർത്ഥിത്വാദി യുക്തസ്യ. അർത്ഥിത്വാദികൾ ഉള്ള പുരുഷനാണ് കർമ്മത്തിൽ അധികാരിയാവുന്നത് എന്ന് 6-ാമത്തെ അധ്യായത്തിൽ പ്രതിഷ്ഠാപിതമായി. എവിടെയാണ് ഈ 6-ാമത്തെ അധ്യായം? ഇതിന് എത്ര അധ്യായമുണ്ട് ഈശാവാസ്യത്തിന്? ഇതിനൊരു അധ്യായം പോലും ഇല്ല. ശരിയേ? പിന്നെ ഇത് എവിടെയാണ് 6-ാം അധ്യായത്തിൽ പ്രതിഷ്ഠിച്ചു വെച്ചിരിക്കുന്നത്? പൂർവമീമാംസയിലാണ്. പൂർവമീമാംസ 12 അധ്യായത്തോടു കൂടിയാണ്. അതിന്റെ പേര് തന്നെ ദ്വാദശ ലക്ഷണി എന്നാണ്. പക്ഷെ അത് കഴിഞ്ഞിട്ട് 4 സംഘർഷണകാന്ഡങ്ങൾ വേറെ ഉണ്ട്.
പക്ഷെ അതിനെ എണ്ണാറില്ല. നമ്മൾ ദ്വാദശ ലക്ഷണി എന്ന് പറയാം. ദ്വാദശ ലക്ഷണി പ്രനിനായ എന്നൊക്കെ നിങ്ങൾക്ക് ഇനി പൂർവമീമാംസ ഗ്രന്ഥങ്ങളിലൂടെ കാണാം. അവിടെ 6ാമത്തെ അധ്യായമാണ് അധികാരം. പ്രമാണഭേദ ശേഷത്വ പ്രയുക്തി ക്രമസഞ്ചക അധികാരോ അതിദേശശ്ച സാമാന്യാനി വിശേഷതഃ ഊഹോ ബാധശ്ച തന്ത്രഞ്ച ചോദിതാ ക്രമാഹ എന്ന് പറയുന്ന ശ്ലോകമുണ്ട്. ഊഹോബാധശ്ച തന്ത്രഞ്ച പ്രസംഗശ്ചോദിതാ ക്രമാഹ എന്നൊരു ശ്ലോകമുണ്ട്. അതിൽ നിങ്ങൾക്ക് ഈ 12 എണ്ണത്തെയും കാണാം. അപ്പോൾ അതിൽ തുടക്കം ഇടുന്ന പ്രമാണം, പ്രമാണാധ്യായം, ഭേദാധ്യായം, പ്രമാണഭേദ ശേഷത്വം, പ്രയുക്തി, ക്രമ, അധികാരം. 6ാമത്തെ അധ്യായമാണ് ഈ അധികാരം. ഈ അധികാരത്തിന്റെ 6ഠേ അധ്യായേ, ठीक है, 6ാമത്തെ അധ്യായത്തിൽ ആരാണ് അധികാരി എന്നുള്ളതിനെ കുറിച്ച് നിർണയിച്ചു വെച്ചിട്ടുണ്ട്. അർത്ഥിത്വാദിച്ച മിഥ്യാജ്ഞാന നിദാനം. നിദാനം എന്ന് പറയുന്നത് അർത്ഥം മൂലകാരണം. മിഥ്യാജ്ഞാനം നിദാനം യസ്യ അർത്ഥിത്വാദേ തദർത്ഥിത്വാദി മിഥ്യാജ്ഞാന നിദാനം. മിഥ്യാജ്ഞാന നിദാനത്തിന്റെ അന്യപദാർത്ഥം ഏതാ? അന്യപദാർത്ഥം എന്ന് പറഞ്ഞാൽ മനസ്സിലാവുന്നുണ്ടോ? അന്യപദാർത്ഥ പ്രധാനോ ബഹുവ്രീഹി. ബഹുവ്രീഹിക്ക് അന്യപദാർത്ഥമായിരിക്കും പ്രധാനമാകുന്നത്. കണ്ടേ കാലഹ എന്ന് കേട്ടിട്ടുണ്ടോ? പീതാംബരം എന്ന് കേട്ടിട്ടുണ്ടോ? അറ്റ്ലീസ്റ്റ് പീതം അംബരം യസ്യ അസ പീതാംബരഃ. പീതം എന്ന് പറയുന്ന അർത്ഥം മഞ്ഞ, അംബരം എന്ന് പറഞ്ഞാല് വസ്ത്രം, യസ്യ എന്ന് പറഞ്ഞാല് ആർക്കാണോ ഉള്ളത്. അവനാരാ? പീതമാണോ അംബരമാണോ? പീതവുമല്ല അമ്പരവുമല്ല. പീതവുമല്ല അംബരവുമല്ല. പിന്നെ അവനാരാ? അന്യപദാർത്ഥ പ്രധാനം. അന്യപദാർത്ഥ ഏതാന്ന് പറ. അവനാരാ? വിഷ്ണു. കൃഷ്ണൻ. വിഷ്ണു. അന്യപദാർത്ഥം പ്രധാനമായി കഴിഞ്ഞാൽ നമ്മൾ അതിനെ പറയും ബഹുവ്രീഹി എന്ന് പറയും. അതിൽ തന്നെ 2 ഉണ്ട്. സ്വപദ വിഗ്രഹവും സ്വപദ വിഗ്രഹവും ചെയ്തിട്ട് വരും. അതൊക്കെ പിന്നെ വ്യാകരണം പഠിക്കുന്നവർ പഠിച്ചു നമ്മള്. അവിടെ എന്താണത്? അർത്ഥിത്വാദിച്ച മിഥ്യാജ്ഞാന നിദാനം. മിഥ്യാജ്ഞാനമാണ് മൂലകാരണമായിരിക്കുന്നത് അർത്ഥിത്വാദികൾക്ക്. മിഥ്യാജ്ഞാനം എന്ന് പറയുന്നത് എന്താ സാധനം? ഇത് വലിയ ഹെവി പങ്ക്തിയാട്ടോ മിഥ്യാജ്ഞാനം. നിങ്ങൾക്ക് പഞ്ചവാദികളൊക്കെ ഇതിനെ ഇനി കാണാൻ പറ്റത്തുള്ളൂ. നമ്മള് മിഥ്യാജ്ഞാനം എന്ന് പറയും. മിഥ്യാജ്ഞാനത്തിന്റെ അർത്ഥം എന്താ? മിഥ്യാച തദജ്ഞാനം ച മിഥ്യാജ്ഞാനം. മിഥ്യാജ്ഞാനം എന്നല്ല ഈ സാധനം. ഇതിനെ പദച്ഛേദം ചെയ്തേന്ന്. മിഥ്യാ ച തത് അജ്ഞാനം. പദച്ഛേദം ചെയ്യാൻ പറ്റില്ല. ഇത് സമസ്ത പദ. സമസ്ത പദ പദച്ഛേദം ചെയ്യാൻ പറ്റില്ല. മിഥ്യാച തത് അജ്ഞാനം ചെയ്തി മിഥ്യാജ്ഞാനം. നമ്മൾ എന്താ കേൾക്കാറ്? മിഥ്യാജ്ഞാനം. മനസ്സിലായോ? പ്രശ്നം പരിപാടിണ്ടാക്കുന്ന സാധനമുണ്ട്. മിഥ്യ ജ്ഞാനം മിഥ്യ എന്നല്ല പറഞ്ഞത്, അജ്ഞാനം മിഥ്യ എന്നാ പറഞ്ഞത്. അജ്ഞാനം മിഥ്യ ആണെങ്കിൽ പിന്നെ ജ്ഞാനം മിഥ്യ ആവുമോ? ഞാൻ വെറുതെ കുഴപ്പിക്കുന്ന കേട്ടോ, ഇതിൽ വലിയ കാര്യമൊന്നുമില്ല. അജ്ഞാനം മിഥ്യ ആണെങ്കിൽ ജ്ഞാനം മിഥ്യ ആവുമോ? എല്ലാം ബ്രഹ്മഭിന്നമായിരിക്കുന്ന എല്ലാം മിഥ്യയാണ്. ബ്രഹ്മജ്ഞാനം അടക്കം മിഥ്യയാണ്, ഈശ്വരനടക്കം മിഥ്യയാണ്. പിന്നെയാണോ? അപ്പം ബ്രഹ്മാകാര വൃത്തി അത് വാസ്തവല്ലേ? ബ്രഹ്മാകാര വൃത്തി അനിത്യമാണെന്നാണ് സ്വാമിജി പറഞ്ഞത്. അനിത്യമാണ്. മാത്രമല്ല അത് അവിദ്യയുടെ കാര്യമാണ്. കാരണം അവിദ്യയുടെ കാര്യമാണ് അന്ധകരണം, അന്ധകരണത്തിന്റെ കാര്യമാണ് ബ്രഹ്മാകാര വൃത്തി. അതുകൊണ്ട് തീർച്ചയായും അത് അവിദ്യയുടെ കാര്യമാണ്. ബ്രഹ്മത്തിൽ നിന്ന് ഭിന്നമായിരിക്കുന്ന എല്ലാ വസ്തുക്കളും ഒന്നുകിൽ അവിദ്യ അല്ലെങ്കിൽ അവിദ്യ കാര്യം. അതുകൊണ്ട് ജ്ഞാനവും എന്താണ്? മിഥ്യ അജ്ഞാനമാണ് അല്ലേ? ഇവിടെ ഇപ്പോൾ മിഥ്യ അജ്ഞാനം എന്നുള്ളത് മൂല അജ്ഞാനത്തെ എടുത്ത് സംസാരിക്കുന്നത്. മിഥ്യാരൂപ അജ്ഞാനം, അതിന്റെ കാര്യവും മിഥ്യാരൂപ അജ്ഞാനം തന്നെയാണ്. മൃത്തും ഒരു മൃത്താണ്, ഘടവും ഒരു മൃത്തല്ലേ? അപ്പൊ മൃത്തം ഏതിനെ വിളിക്കുക? ഘടത്തെയാണോ മൃത്തിനെയാണോ? രണ്ടിനെ വിളിക്കാം. അപ്പോൾ അജ്ഞാനത്തെയും മിഥ്യ അജ്ഞാനം എന്ന് വിളിക്കാം, അജ്ഞാനത്തിന്റെ കാര്യത്തെയും മിഥ്യ അജ്ഞാനം എന്ന് വിളിക്കാം. പക്ഷെ മുഖ്യമായിട്ട് നമ്മൾ മിഥ്യ അജ്ഞാനം എന്ന് ഉദ്ദേശിച്ചത് ജഗത്തിന്റെ മൂലകാരണമായിരിക്കുന്ന അജ്ഞാനമാണ് ഈ മിഥ്യ അജ്ഞാനം. ഇതിന്റെ സമാസം എന്താണ്?
കർമ്മധാരെ മിഥ്യാച തത് അജ്ഞാനം ച. മിഥ്യ ഏതാണോ അത് തന്നെയാണ് അജ്ഞാനം. മിഥ്യ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ശരിയല്ലാത്തത്. ശരിയല്ലാത്തത്. തദസത് ഉഭയവിലക്ഷണം. സദസത് ഉഭയവിലക്ഷണം അനിർവാച്യം അല്ലേ? അത് തന്നെയാണ് മിഥ്യ. അല്ലെങ്കിൽ നിങ്ങളിപ്പം എഴുതി പഠിച്ചോ, നമുക്കിനി പിന്നെ ചർച്ച ചെയ്യാം. പ്രതിപന്ന ഉപാധോ ത്രൈകാലിക നിഷേധ പ്രതിയോഗിത്വം മിഥ്യാത്വം. ഒരു ലക്ഷണം എഴുതി വെച്ചോ. നിങ്ങളുടെ അദ്വൈത സിദ്ധി തുടങ്ങുന്ന നേരം പഞ്ചമിഥ്യാത്വമാണ് ആദ്യം ഉള്ളത്. അതിലൊന്നാണ് പ്രതിപന്ന ഉപാധോ ത്രൈകാലിക നിഷേധ പ്രതിയോഗിത്വം മിഥ്യാത്വം. വിശദീകരിക്കുന്നില്ല ഇന്ന്, ഇത് ഇത്രയും ഘട്ടം മതി, ബാക്കി ഞാൻ അതിന് പിന്നെ വിശദീകരിച്ചു തരാം. അപ്പൊ ഇവിടെ എന്താ പറയുന്നത്? അർത്ഥിത്വാദിജ മിഥ്യാജ്ഞാന നിദാനം. മിഥ്യാജ്ഞാനം എന്നുള്ള മൂലാവിദ്യ, മൂലാച സാ വിദ്യാചേരി മൂലാവിദ്യ. അതായത് അജ്ഞാനത്തെ നമുക്ക് മൂലാവിദ്യ എന്നും തൂലാവിദ്യ എന്നും പല്ലവാവിദ്യ എന്നൊക്കെ പറഞ്ഞ് മാറ്റാൻ പറ്റും. ഓക്കെ, അന്നപ്പോൾ ബ്രഹ്മവിഷയക അവിദ്യയാണ് നമ്മൾ മൂലാവിദ്യ എന്ന് പറയുന്നത്. അതിനെയാണ് ഇവിടെ ഇപ്പോൾ മിഥ്യാ അജ്ഞാനം എന്ന് പറയുന്നത്. ആ മിഥ്യാജ്ഞാനം നിദാനമായിരിക്കുക എന്ന് പറയുന്നത് മൂലകാരണമായിട്ടിരിക്കുകയാണ്. ആരുടെ? അർത്ഥിത്വാദികളുടെ. അർത്ഥിത്വാദിയാണ് എന്ത്? മിഥ്യാജ്ഞാന നിദാനം. അപ്പൊ മിഥ്യാജ്ഞാന നിദാനത്തിന്റെ അന്യപദാർത്ഥ ആരാ? അർത്ഥിത്വാദി. മിഥ്യാ അജ്ഞാനം നിദാനമായിരിക്കുന്നത്, മൂലകാരണമായിരിക്കുന്നത് ആരുടേതാണോ അവനാണ് മിഥ്യാജ്ഞാന നിദാനം. ആരാണ് മിഥ്യാജ്ഞാന നിദാനം? അർത്ഥിത്വാദി. അർത്ഥിത്വാദിച്ച അർത്ഥിത്വാദികളായിരിക്കട്ടെ മൂല അജ്ഞാന നിദാനമായിരിക്കുന്നു. ഇത്രേ പറഞ്ഞിട്ടുള്ളൂ. പിടികിട്ടുന്നുണ്ടോ മക്കളെ? അതാണ് സംസ്കൃതത്തിന്റെ ഒരു ഗുണം. ചുരുങ്ങിയ സെന്റൻസിൽ നമ്മൾക്കിതിപ്പോൾ മലയാളത്തിലേക്ക് ഏത് ഭാഷയിലെങ്കിലും നിങ്ങൾ ട്രാൻസ്ലേറ്റ് ചെയ്താലും 3 സെന്റൻസിലെങ്കിലും എഴുതി പിടിപ്പിച്ചാലും സാധനം മനസ്സിലാകത്തുള്ളൂ എന്താ പറഞ്ഞതെന്നുള്ളത്. അത്രയും ഡെവലപ്ഡ് ആയിരിക്കുന്ന ഒരു ഭാഷയാണ് ഈ സംസ്കൃതം. മലയാളത്തിൽ നിന്ന് അത്രയൊന്നും സ്റ്റഫില്ല. നഹി നഭോവത് നിഷ്ക്രിയസ്യ സ്വത ഏവ ദുഃഖ അസംസർഗണഃ പരമാനന്ദ സ്വഭാവസ്യ സുഖം മേ സ്യാദ് ദുഃഖം മേ മാ ഭൂത് ഇതി അർത്ഥിത്വം ശരീരേന്ദ്രിയ സാമർഥ്യേന ച സമർത്ഥോഹം ഇതി അഭിമാനിത്വം മിഥ്യാജ്ഞാനം വിനാ സംഭവതി ഇത്യർത്ഥഃ. ഒന്ന് വിശദീകരിച്ചു തരാണ്. നഭോവത്, ഘടം ഇരിക്കുന്ന ഭൂമിയെ നമ്മളത് പറയും ഘടവത്ത്. അപ്പം നഭോവത്ത് എന്ന് പറയുന്നതായിരിക്കും എന്നല്ല ഇതർത്ഥം. ഇവിടെ വത്ത് പ്രത്യയം വന്നിരിക്കുന്നത് സാദൃശ്യാർത്ഥത്തിലാണ്. ഓക്കെ, ബ്രാഹ്മണവത്ത് എന്ന് പറയും. അതിന്റെ അർത്ഥം എന്താ? ബ്രാഹ്മണാദി ഗുണവചനേ സൂത്രം ഞാൻ മൊത്തം പറഞ്ഞു. അവിടെ ഒരു വത്ത് വരും, 2 സ്ഥലത്ത് ഈ വത്ത് പ്രത്യയം വരും. ഓക്കെ, മത്വർത്ഥീയത്തിൽ നിന്ന് മത്തിന് പിന്നെ മയോവ അയവാദിഭ്യ എന്നുള്ള സ്ഥലത്തും വത്ത് വരും. അതല്ലാതെ ഗുണവചനത്തിൽ നിന്നൊരു മത്ത് വരാനുണ്ട്. അതാണ് ഇവിടെ കാണുന്നത്. നഭോവത്ത് എന്ന് പറഞ്ഞാൽ നഭസ് പോലെ. നഭസ് എന്താ അർത്ഥം? നഭ നഭസി നഭാസി സകാരാന്താണത്. ആകാശം. നഭോവത് നഭസ് പോലെ, ആകാശം പോലെ. എങ്ങനെ? നിഷ്ക്രിയസ്യ, ആകാശത്തിൽ ക്രിയയുണ്ടോ? ആകാശത്തിൽ എന്തുകൊണ്ടാ ക്രിയയില്ലാത്ത? നൈയായികന്മാരെന്ത് കാരണം പറയും? ആകാശത്തിൽ ലഘു ആയതുകൊണ്ട് ആകാശത്തിന് ക്രിയയില്ല. ആത്മാവിനും ക്രിയയില്ല. എന്തുകൊണ്ടാ? വിഭു ആയതിനാൽ. വിഭു എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? സർവമൂർത്ത ദ്രവ്യ സംയോഗിത്വം വിഭുത്വം. ഇതൊക്കെ നൈയായികന്മാരുടെ ടെർമിനോളജിയാണ്. സർവമൂർത്ത ദ്രവ്യ സംയോഗിത്വം വിഭുത്വം. അപ്പൊ മൂർത്തത്വം എന്താ? ക്രിയാവത്വം മൂർത്തത്വം. ക്രിയയുള്ള ഏതാണോ അതാണ് മൂർത്തം. സകല മൂർത്തങ്ങളുമായിട്ട് ആർക്കാണ് സംബന്ധമുള്ളത്? അവനാണ് വിഭു. അപ്പോൾ ആകാശത്തിനും ആത്മാവിനും എല്ലാം തന്നെ സകല ക്രിയാവത്തായിരിക്കുന്ന വസ്തുക്കളായിട്ട് സംബന്ധമുള്ളത് കൊണ്ട് ഇവയെല്ലാം തന്നെ വിഭുക്കളാകുന്നു. എപ്രകാരം ആ വിഭുവായിരിക്കുന്ന ആകാശത്തിൽ ക്രിയയില്ലയോ, ഇതേപോലെ വിഭുവായിരിക്കുന്നേ മുന്നോട്ട് പറ. പരമാത്മാവിലും ക്രിയ, ആത്മാവിലും ക്രിയയില്ല. ഇതെവിടെ പറയുന്നുള്ളൂ, വലിയ കാര്യമൊന്നുമില്ല. നഭോവത്ത് നഭസിനെ പോലെ. നിഷ്ക്രിയസ്യ സ്വതേവ ദുഃഖ അസംസരണ. ദുഃഖ സംസർഗം നടന്നാൽ ആ വസ്തുവിനെ നമ്മൾ ദുഃഖ സംസർഗി എന്ന് പറയും. അതിന്റെ ഷഷ്ട്യന്തമാണ് സംസർഗണ. ന ദുഃഖ സംസർഗീതി ദുഃഖാസംസർഗി.
അതിന്റെ ഷഷ്ടി എന്താണ്? ദുഃഖ അസംസർഗണ. സ്വതൈവ ദുഃഖ അസംസർഗണ. സ്വരൂപത്തിൽ ദുഃഖ സംസർഗി അല്ലാത്ത. അതെന്തുകൊണ്ട? സ്വരൂപത്തിൽ ദുഃഖ സംസർഗി അല്ലെങ്കിലും ഇവൻ ദുഃഖത്തിന്റെ സംസർഗം നേരിടാനില്ലേ? ഉണ്ട്. എപ്പോൾ? അന്ധക്കരണ താതാത്മ്യം വരുമ്പോൾ മാത്രം. അപ്പോൾ ഇവിടെയും വളരെ സ്പഷ്ടമാക്കുകയാണ്, സ്വരൂപത്തിൽ അവൻ ദുഃഖമായിട്ട് സംസർഗം നേരിടാത്തവനാണ് എന്ന് പറഞ്ഞാല് അന്ധക്കരണ സംബന്ധവും ഉള്ളതാണോ? ഇല്ലാത്തതാ? ഇല്ല. അതുകൊണ്ട് തന്നെ അന്ധക്കരണത്തിൽ ദുഃഖങ്ങൾ വന്നുകൊണ്ട് ആത്മാവിന് ദുഃഖം ഉണ്ടാവുമോ? അപ്പോഴും ഇല്ല. പിന്നെ അനുഭവിക്കുന്നതാരാ? ആത്മാ. അതെന്തുകൊണ്ടാ? കൽപ്പന. കൽപ്പന കാരണം എന്താ? അവിദ്യ. അതുകൊണ്ട് സുഖ ദുഃഖം എന്താ? ആവിദ്യകം. എന്നാ പാരമാർത്ഥികമായിട്ടുണ്ടോ? ഇല്ല. അതുകൊണ്ടാണ് പറയുന്നത് സ്വതഃ ഏവ, സ്വരൂപത്തിൽ എന്ന് പറയുക പാരമാർത്ഥികമായിട്ട് ദുഃഖ സംസർഗി അല്ലാത്ത. ദുഃഖ സംസർഗി അല്ലെങ്കിൽ പിന്നെ തന്റെ സ്വരൂപം തൊടൂ പരമാനന്ദ സ്വഭാവസ്യ. ആരുടെ സ്വഭാവമാണ് പരമാനന്ദ സ്വഭാവം? ആത്മാവിന്റെ സ്വഭാവം. ആത്മാവിന്റെ സ്വഭാവമാണിത്. ഏതാത്മാവിന്റെ? നിത്യശുദ്ധ. നിങ്ങൾ ആത്മാവിന് സ്വഭാവം ഉണ്ടോ? ചോദിക്കാണ്ടോ സ്വാമിജി? ആത്മാവ് ഒന്നല്ലേ ഉള്ളൂ, അതിന്റെ സ്വഭാവമാണിത്. പരമാനന്ദ സ്വഭാവസ്യ, അതായത് ദുഃഖ സംസർഗം നേരിടാത്ത, സ്വരൂപത്തിൽ ദുഃഖ സംസർഗം നേരിടാത്ത, സ്വരൂപത്തിൽ ആനന്ദ സ്വരൂപനായിരിക്കുന്നേ, ആകാശം പോലെ നിഷ്ക്രിയനായിരിക്കുന്നേ ആത്മാവിന് സുഖം മേ സ്യാത് എന്നൊരു ഇച്ഛ ഉണ്ടാവുമോ? ഇല്ല. അപ്പൊ സുഖത്തിന് വേണ്ടി പ്രവർത്തിക്കുകയോ? ഇല്ല. ദുഃഖം മേ മാ ഭൂത്, ദുഃഖം എനിക്ക് ഉണ്ടാവാതിരിക്കട്ടെ എന്നൊരു ഇച്ഛ ഉണ്ടാവുമോ? ഇല്ല. അതെന്തുകൊണ്ടാ? ദുഃഖം എനിക്ക് ഇല്ലാതിരിക്കട്ടെ എന്ന് ഇച്ഛ ഇല്ലാതെ പോയത്? ഒരിക്കലും ദുഃഖ സംസർഗം നേരിടാത്തതുകൊണ്ട്. ശുദ്ധാത്മാവിനെ എടുത്താ സംസാരിക്കുന്നു. ഇപ്പോൾ ഇത്യാർത്ഥിത്വം എന്നുള്ള ഒരു ഇച്ഛ വരില്ലേ? വരും. എപ്പോൾ? ശരീര ഇന്ദ്രിയ അടുത്ത ഇതിൽ വെക്കാം. മിഥ്യാജ്ഞാനം ഉണ്ടെങ്കിൽ ഇതൊക്കെ കയറി വരാം. കുറച്ച് മുന്നോട്ട് കയറി കഴിഞ്ഞാൽ നിൽക്കാണ് മിഥ്യാജ്ഞാനം വിനാ. അത് ഇവിടെ എടുത്ത് അന്വയിക്കണം. മാഭൂതിഥി ഉണ്ടാവാതിരിക്കട്ടെ എന്ന് ഇച്ഛ വരാറുണ്ട്. അത് ആർക്കാ? മിഥ്യാജ്ഞാനം ഉള്ളതിന്. മിഥ്യാജ്ഞാനം ഇല്ലാത്ത സമയത്ത് അവനാരാ? നിത്യശുദ്ധ ബുദ്ധമുക്ത സ്വഭാവനാണ്. അവിടെ എനിക്ക് സുഖം ഉണ്ടാവട്ടെ എന്നോ എനിക്ക് ദുഃഖം ഉണ്ടാവാതിരിക്കട്ടെ എന്നോ ഉള്ള ഒരു ഇച്ഛ ഉണ്ടാവത്തില്ല. അത്രയും മാത്രല്ല, കർമ്മിയാണെങ്കിൽ എന്തുണ്ട്? അഭിമാനം. ശരീരേന്ദ്രിയത്തിൽ അഭിമാനം നടത്തിക്കൊണ്ടാണ് കർമ്മിയാവുന്നത്. അന്നേരം പറയാണ് ശരീരേന്ദ്രിയ സാമർഥ്യേന, ശരീരത്തിലെ ഇന്ദ്രിയത്തിലെ സാമർഥ്യം കൊണ്ട് സമർത്ഥോഹം. ആർക്ക് ഈ ഒരു ബുദ്ധിയുണ്ട്? കർമ്മിക്ക് ഈ ഒരു ബുദ്ധിയുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഭാഷ്യത്തില്. ഇതി അഭിമാനിത്വം ച എന്നുള്ള അഭിമാനിത്വവും എപ്പോഴാണ് വരുന്നത്? മിഥ്യാജ്ഞാനം ഉണ്ടെങ്കിൽ. മിഥ്യാജ്ഞാനത്തിന്റെ അർത്ഥം എന്താ? മിഥ്യാരൂപ അജ്ഞാനം ഉണ്ടെങ്കിൽ. മിഥ്യാജ്ഞാനം വിനാ നഹി, നഹി ഇവിടെ കൊണ്ട് ചെന്നൈക്ക് ക്രിയാപദമായിട്ട് സംഭവതി. മിഥ്യാജ്ഞാനം ഇല്ല എങ്കിൽ ഒരിക്കലും നഭോവത്ത് നിഷ്ക്രിയനായിരിക്കുന്ന പരമാത്മാവിന് സമർത്ഥോഹം എന്നുള്ള ബുദ്ധിയോ, സുഖം എനിക്ക് ഉണ്ടാവട്ടെ എന്നുള്ള ബുദ്ധിയോ, ദുഃഖം എനിക്ക് ഉണ്ടാവാതിരിക്കട്ടെ എന്നുള്ള ബുദ്ധിയോ സംഭവിക്കുന്നില്ല. ദുഃഖം എനിക്ക് ഉണ്ടാവും എന്നുള്ളത് കൊണ്ടാണ് പ്രായശ്ചിത്ത കർമ്മം ചെയ്യുന്നത്. നിത്യശുദ്ധൻ എവിടുന്നാണ് ഈ ദുഃഖം ഉണ്ടാവാൻ പോകുന്നത്? സുഖം വേണമെന്നുള്ള ഇച്ഛ കൊണ്ടാണ് സ്വർഗാദികൾക്ക് കാരണമായിരിക്കുന്ന ദർശപൂർണമാസാദി യാഗങ്ങൾ ചെയ്യുന്നത്. സുഖസ്വരൂപന് പിന്നെ എവിടുന്നാണ് സുഖത്തിന്റെ ഇച്ഛ? അതുകൊണ്ട് നിത്യശുദ്ധ ബുദ്ധമുക്തന്റെ കാര്യത്തിൽ ഇച്ഛ സംഭവിക്കത്തില്ല. ഇവിടെ ആരാ നിത്യശുദ്ധ ബുദ്ധമുക്തൻ? ജ്ഞാനി. ജ്ഞാനിയുടെ ശരീരത്തിൽ നിന്ന് ഈ പറയുന്ന രീതിയിൽ ഒരു കർമ്മവും സംഭവിക്കാൻ പോകുന്നില്ല. എന്തുകൊണ്ടാ? അർത്ഥിത്വം ഇല്ല. സാമർത്ഥ്യം കൊണ്ട് എനിക്ക് ശരീരാദികളുടെ സാമർത്ഥ്യം കൊണ്ട് ഞാൻ സമർത്ഥനാണെന്ന് കരുതുന്നില്ല. എന്തുകൊണ്ടാണ് ജ്ഞാനി ശരീരാദികളുടെ സാമർത്ഥ്യം കൊണ്ട് ഞാൻ കർമ്മത്തിൽ സമർത്ഥനാണെന്ന് മനസ്സിലാക്കാത്തത്? എന്തുകൊണ്ടാണ് ജ്ഞാനിയുടെ ശരീരത്തിന് സാമർത്ഥ്യമില്ലേ കർമ്മം ചെയ്യാൻ? ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ കർമ്മത്തിന് സമർത്ഥൻ ആണ് എന്ന് മാനിക്കാത്തത്. അഭ്യാസം ഇല്ലാത്തത് കാരണം. എവിടെ അഭ്യാസം ഇല്ല? കർത്തൃത്വ ഭാവം ഇല്ലാത്ത കാരണമുണ്ട്. കർത്തൃത്വഭാവം എന്തുകൊണ്ട് നഷ്ടപ്പെട്ടു പോയേ? ആഗ്രഹം ഇല്ലാത്തത് കൊണ്ട്. ജ്ഞാനത്താൽ നഷ്ടപ്പെട്ടു പോയി സ്വാമിജി. കർത്തൃത്വാദി ഭോക്തൃത്വാദി തന്നെ ജ്ഞാനി. അജ്ഞാനം ഇല്ലാത്തത് കൊണ്ട് അജ്ഞാനജന്യമായിരിക്കുന്ന കർത്തൃത്വബോധമില്ല. കർത്തൃത്വബോധമില്ല, ഇച്ഛയില്ല.
ഇച്ഛയില്ല. അതായത് ഒരു കർമ്മിക്ക് വേണ്ടത് കർമ്മഫലത്തിനോടുള്ള ഇച്ഛയും, അതായത് ജ്ഞാനിക്ക് ശരീരത്തിൽ ഞാനെന്നുള്ള അഭിമാനം ഉണ്ടോ? ഇല്ല ഇല്ല ഇല്ല. ഇല്ല. പിന്നെ എങ്ങനെയാണ് ശരീരത്തിന്റെ സാമർത്ഥ്യം കൊണ്ട് ഞാൻ സമർത്ഥനാവുന്നത്? ഇതായിരുന്നു എന്റെ ഉത്തരം. ഓക്കേ. എന്താ പറഞ്ഞത് ഇപ്പോൾ? എന്തായിരുന്നു ചോദ്യം എന്ന് പറയാ? ശരീരാദികളിൽ അഹംബുദ്ധി ഇല്ലാത്തതുകൊണ്ട്. ആ, ശരീരാദികളിൽ അഹംബുദ്ധി ഉണ്ടെങ്കിലല്ലേ കർത്താവാകത്തുള്ളൂ. താൻ പരമാത്മാവാണെന്ന് മാനിക്കുന്ന ആൾ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ശരീരത്തില്, അതായത് ശരീരത്തിന്റെ സാമർത്ഥ്യം കൊണ്ട് ഞാൻ സമർത്ഥനാണെന്ന് ചിന്തിക്കണമെങ്കിൽ ശരീരത്തിൽ താതാത്മ്യം ഉണ്ടായിരിക്കണം. ജ്ഞാനിക്ക് എവിടെയാ താതാത്മ്യം? പരമാത്മാവിനോട്. പരമാത്മാവിൽ. സ്വരൂപത്തിൽ താതാത്മ്യമുള്ള ആൾക്ക് സ്വരൂപത്തിൽ ഭിന്നമായിരിക്കുന്ന ശരീരത്തിൽ താതാത്മ്യം ഉണ്ടാവുമോ? ഇല്ല. ഉണ്ടാവില്ല. ശരീരത്തിൽ താതാത്മ്യമുള്ള ആൾക്ക് സ്വരൂപത്തിൽ താതാത്മ്യം ഉണ്ടാവുമോ? ഉണ്ടാവില്ല. താതാത്മ്യം ഉണ്ടെങ്കിലും താതാത്മ്യം ബുദ്ധി ഉണ്ടാവത്തില്ല. നമ്മൾക്ക് ഈ ശരീരത്തിലാണ് താതാത്മ്യം ബുദ്ധി ഉള്ളത്. അതുകൊണ്ട് സ്വരൂപത്തിൽ താതാത്മ്യം ബുദ്ധിയില്ല. സ്വരൂപമായിരിക്കുന്ന ബ്രഹ്മത്തിൽ ഞാൻ എന്ന് അഭിമാനിക്കുന്ന ജ്ഞാനിക്ക് ഒരിക്കലും ശരീരത്തിൽ ഞാൻ എന്നുള്ള അഭിമാനമില്ല. അതുകൊണ്ട് തന്നെ ശരീരത്തിന്റെ സാമർത്ഥ്യം കൊണ്ട് ഞാൻ സമർത്ഥനാണെന്ന് മാനിക്കത്തേ ഇല്ല. പിന്നെ എവിടുന്ന കർമ്മം ഉണ്ടാവുക? അതുകൊണ്ട് പിറകോട്ട് പോകേണ്ട ആവശ്യമില്ല. എത്രയോ മുന്നേ തന്നെ ഉത്തരം കൊടുത്തേക്കണതൊക്കെ. ഞാനോ അധ്യാസമോ ഒന്നും പറയാൻ പോണ്ട. അപ്പം പിടികിട്ടിയല്ലോ. തസ്മാത് ആത്മയാഥാത്മ്യ പ്രകാശകാഹ മന്ത്രാഹ. ആത്മാവിന്റെ യാഥാത്മ്യം എന്ന് പറഞ്ഞാൽ യഥാർത്ഥ സ്വരൂപം. ആ സ്വരൂപത്തെ പ്രകാശിപ്പിക്കുകയാണ് ആര് ചെയ്യുന്നത്? മന്ത്രങ്ങൾ. അപ്പം പ്രകാശകാഹ മന്ത്രാഹ, പ്രകാശകങ്ങളായിരിക്കുന്ന മന്ത്രങ്ങൾ. മന്ത്രങ്ങൾ എങ്ങനെയാ പ്രകാശിപ്പിക്കുക? ശബ്ദങ്ങൾ എങ്ങനെയാണ് വിഷയത്തെ പ്രകാശിപ്പിക്കുക എന്ന് പറയാം. പ്രകാശം പല വിധത്തിൽ വരും മക്കളെ. ശബ്ദത്തിലൂടെ ജ്ഞാനം ഉണ്ടാവും. ആ, ശബ്ദം കേൾക്കുന്നവനില് ബുദ്ധിവൃത്തി ഉണ്ടാക്കി കൊടുക്കും. ആ ബുദ്ധിവൃത്തിയിലൂടെ ശബ്ദം പ്രകാശിക്കുകയോ അർത്ഥം പ്രകാശിക്കുകയോ? അർത്ഥം പ്രകാശം. കേൾക്കുന്ന ആൾക്ക് ശബ്ദമാണോ പ്രകാശിച്ചത്, അർത്ഥമാണോ പ്രകാശിച്ചത്? അർത്ഥമാണ് പ്രകാശിച്ചത്. ശബ്ദം പ്രകാശിച്ചിട്ടില്ലേ? ശബ്ദവും അർത്ഥവും പ്രകാശിച്ചു, രണ്ടും ഒന്നായിട്ട്. ഇപ്പോൾ നമ്മൾ കേൾക്കുന്നേരം നമ്മൾക്ക് എന്തേ പ്രകാശിക്കുന്നുള്ളൂ? ശബ്ദവും കുറച്ച് ലൈറ്റ് ആയിട്ടൊരു ബ്രഹ്മം. ലൈറ്റ് ആയിട്ട് അർത്ഥം. ആ, അതായത് അപരോക്ഷമായിട്ട് ബ്രഹ്മം പ്രകാശിച്ചിട്ടില്ല ഇപ്പോഴും. രണ്ട് മതമുണ്ട്. ബ്രഹ്മ അപരോക്ഷമായതുകൊണ്ട് ഇതൊക്കെ ഇനി വളരെ ടോപ്പ് ലെവലിലേക്ക് വരത്തുള്ളൂ. എന്നാൽ ചെറുങ്ങനെ കേട്ടുവിട്ടു പോവാ. ബ്രഹ്മ അപരോക്ഷമായതുകൊണ്ട് ശബ്ദത്തിൽ നിന്ന് കേൾക്കുമ്പോൾ അപരോക്ഷ പ്രകാശം തന്നെയാണ് നടക്കുന്നത്. എന്തുകൊണ്ട് അജ്ഞാനം നഷ്ടപ്പെടുന്നില്ല? അത് ദൃഢാപരോക്ഷമായിട്ടില്ല എന്ന് പറയും. രണ്ടാമത്തെ മതമാണ്. അപ്പം ദൃഢാപരോക്ഷമാവുന്നില്ലെങ്കിലും നമ്മൾക്ക് ബ്രഹ്മത്തിന്റെ ബോധം ഉണ്ടാവുന്നുണ്ട്. ഓക്കെ. 17 ക്ലാസ് ആകുമ്പോഴേക്കും നിങ്ങൾ അവിടുന്ന് എത്രയോ മുന്നോട്ട് പോയി. ഇതിനനുസരിച്ച് സ്റ്റെപ്പ് വെച്ചോളണം. യസ്മാത് ആത്മയാഥാത്മ്യ പ്രകാശകാഹ മന്ത്രാഹ കർമ്മവിധി ശേഷഭൂത ന കർമ്മവിധി ശേഷഭൂത നച്ച മാനാന്തര വിരുദ്ധാസ്. യസ്മാത് എന്തുകൊണ്ടെന്നാൽ ആത്മാവിന്റെ യാഥാത്മ്യത്തെ, സ്വരൂപത്തെ പ്രകാശിപ്പിക്കുന്ന ഈശാവാസ്യം ഇത്യാദി മന്ത്രങ്ങൾ കർമ്മവിധിയുടെ ശേഷങ്ങളുമല്ല, അവ അന്യപ്രമാണങ്ങളായിട്ട് വിരോധം നേരിടുന്നവയോ അല്ല. കർമ്മകാണ്ഡ വാക്യങ്ങൾക്ക് വേദാന്ത വാക്യങ്ങളായിട്ട് വിരോധമൊന്നുമില്ല. കാരണം രണ്ടും ഭിന്ന ഭിന്ന പ്രകരണങ്ങളാണ്. വിരോധം ഉണ്ടെങ്കിൽ പോലും ബലവാൻ ദുർബലനെ കീഴ്പ്പെടുത്തും. അതുകൊണ്ട് കേവല നിത്യശുദ്ധ ബുദ്ധമുക്ത സ്വരൂപനായിരിക്കുന്ന പരമാത്മാവിനെയാണ് ഘോഷിക്കുക എന്നുള്ളത് സകല വേദാന്ത വാക്യങ്ങളുടെയും അർത്ഥമായതിനാൽ ജ്ഞാനിയെ സംബന്ധിച്ച് കർമ്മകാണ്ഡ വാക്യങ്ങൾ അപ്രമാണമായി പോകുമെന്നുള്ളത് നമ്മൾ മുമ്പ് പറഞ്ഞതാണ്. ഓക്കെ. ജ്ഞാനിയുടെ ദൃഷ്ടിയിൽ അപ്രമാണമാകുമെങ്കിൽ അജ്ഞാനി എന്ത് പിഴച്ചു? അജ്ഞാനിക്ക് മനസ്സിലാക്കേണ്ട വസ്തു തന്നെയല്ലേ ജ്ഞാനി മനസ്സിലാക്കിയത്. അപ്പോൾ ശാസ്ത്രീയമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ വ്യാവഹാരികമായിരിക്കുന്ന പ്രാമാണ്യം മാത്രമേ കർമ്മകാണ്ഡ വാക്യങ്ങൾക്കുള്ളൂ. പാരമാർത്ഥികമായിരിക്കുന്ന പ്രാമാണ്യമാണ് വൈദിക വാക്യങ്ങൾ ഉള്ളത്. അതുകൊണ്ട് മുഖ്യമായിട്ടും പ്രാമാണ്യം വൈദിക വാക്യങ്ങളിൽ, വേദാന്ത വാക്യങ്ങളിൽ. രണ്ടും വൈദികം തന്നെ, പക്ഷെ വേദാന്ത വാക്യങ്ങളിലായിരിക്കും മുഖ്യം പ്രാമാണ്യം. മാനാന്തര വിരുദ്ധാഹ, അന്യപ്രമാണങ്ങളുമായിട്ടും ഈ വേദാന്ത വാക്യങ്ങൾക്ക് വിരോധമില്ല എന്നുള്ളത് കൊണ്ട് തസ്മാത്, അതുകൊണ്ട് യസ്മാതായിട്ട് അന്വയിക്കുക. ഇങ്ങനെ ആയതിനാൽ പ്രയോജനാദി മത്തും അഭിത്തേഷാം സിദ്ധം. പ്രയോജനാദി, ആദിപദം കൊണ്ട് ഏതിനേക്ക് എടുക്കണം? പ്രയോജനാദി. ഇതിൽ ആദിപദത്താൽ ഏതൊക്കെ എടുക്കപ്പെടും? അനുബന്ധ ചതുഷ്ടയത്തിൽ ബാക്കി 3 എണ്ണവും വരും. അധികാരി വിഷയ സംബന്ധം. ഇതിനാ ഒരു ഗ്രന്ഥത്തിന്റെ ആദിയിൽ ഇതൊക്കെ വേണം. പ്രയോജനാധികമപി തേഷാം തേഷാം കേഷാം മന്ത്രാണാം സിദ്ധമിത്യാഹ. ഇവയ്ക്ക് അധികാരി വിഷയ സംബന്ധ പ്രയോജനങ്ങളൊക്കെ ഉണ്ട്. ജസ്റ്റ് ഒന്ന് കണ്ടുപോട്. ഭാഷ്യത്തില് 6ാം പേജിന്റെ 1ാം പങ്ക്തി. തസ്മാത്, അതുകൊണ്ട് എന്ന് പറഞ്ഞാൽ അധികാരി വിഷയ സംബന്ധ പ്രയോജനം എല്ലാം തന്നെ ഈ മന്ത്രങ്ങൾക്കുള്ളതിനാൽ ഏതേ മന്ത്രാഹ ആത്മനോ യാഥാത്മ്യ പ്രകാശനേന ആത്മവിഷയം സ്വാഭാവികം അജ്ഞാനം നിവർത്തയന്തഃ
शोकमोहादिसंसारधर्मविच्छित्तिसाधनम् आत्मैकत्वादिविज्ञानम् उत्पादयन्ति इत्येवम् उक्त अधिकार्याभिधेयसम्बन्धप्रयोजनान् मन्त्रान् संक्षेपतो വ്യാഖ്യാസ്യാമः. സംക്ഷേപിച്ചിട്ട് നോം വ്യാഖ്യാനം ചെയ്യും. ഈ സംക്ഷേപിച്ചുള്ള വ്യാഖ്യാനമാണ് ഈ ഗ്രന്ഥം. അങ്ങനെ വിസ്തരിച്ചിരുന്നെങ്കിൽ എവിടെ എത്തേനെ? ഇതിന്റെ വിസ്താരമാണ് ബൃഹദാരണ്യകം. ഓക്കെ, എന്നാ ശരി. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ. ഓം ശാന്തി ശാന്തി ശാന്തി. ശങ്കരം ശങ്കരാചാര്യം കേശവം ബാദരായണം സൂത്രഭാഷ്യകൃതൗ വന്ദേ ഭഗവന്തൗ പുനഃ പുനഃ. ഈശ്വരോ ഗുരുരാത്മേതി മൂർത്തിഭേദവിഭാഗിനെ വ്യോമവത്വ്യാപ്തദേഹായ ദക്ഷിണാമൂർത്തയേ നമഃ. ഓം ശാന്തി ശാന്തി ശാന്തി.